സഹായങ്ങളൊക്കെ ചോദിക്കാൻ ഇപ്പോ ആവശ്യമുണ്ട്. എന്നാൽ ഈ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് എല്ലാവർക്കും കൂടി നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചാൽ മതില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുടി ഒറിജിനൽ ആണല്ലോ അല്ലേ എന്നുള്ളത് ചോദിച്ചൂടെ? എന്നിട്ട് എന്താ ഉത്തരം കിട്ടുന്നുണ്ടോ? എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇന്നലെ സംവാദത്തിന് വ്യവസ്ഥ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് കിട്ടിയാൽ മതില്ലേ? അതാണ് പറഞ്ഞത്. ഇബ്നു അബ്ദുൽ ബർ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പൊട്ടത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. فهل في هؤلاء من سال النبي صلى الله عليه وسلم بعد الموت وجابه وقد تنازع الصحابة في أشياء فهل لا سألوا النبي صلى الله عليه وسلم فأجابهم هذه إنبته فاطمة تنازع في ميراثه فهل لا سألته فأجابها. ഇതൊക്കെ പൊട്ടത്തരമാണെന്നുള്ളത് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മഹാന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരൊറ്റ സഹാബിയും ഒരു കാര്യത്തിലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ നിങ്ങളുടെ പോലെ പൊട്ടന്മാർ പറയണ്ടോ? അതാണ് ഇബ്നു അബ്ദുൽ ബർ പറയുന്നത്, പോലെ പൊട്ടന്മാർ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചത് എന്താണ്? ഇമാം ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം വെല്ലുവിളിച്ചതാണെന്ന് എവിടെയെന്നതാണ്. ആ ആയത്തിന്റെ തഫ്സീൽ നമുക്കൊന്ന് വായിക്കാം. അവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? وأراد سليمان عليه السلام إظهار معجزة فتحداهم أولا. ഇവിടെ എന്താണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചതാണെന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നു. ഇവിടെ എന്താണ് മുസ്ലിയാരെ ഫതഹദ്ദാഹും അവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിച്ചു എന്നാണോ, സഹായം ചോദിച്ചു എന്നാണോ? അഥവാ ഇത് ആരോടാണ് ഈ മുഹാത്തബ്, ആരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഒക്കെ വ്യക്തമായി തന്നെ അർത്ഥം വെക്കുന്നത് മുസ്ലിയാരെ. പിന്നെ ഞങ്ങൾ ഇവിടെ അർത്ഥം വെച്ചു. ഇവിടെ ഇമാം നബി റഹ്മത്തുള്ളാഹിയുടെ ഒക്കെ ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മൂസ സലാഹി വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ അർത്ഥം വെച്ചു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ ഇവിടെ ഞാൻ അർത്ഥം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അർത്ഥം വെച്ചിട്ടില്ല എന്നുള്ള പച്ചക്കള്ളമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മുസ്ലിയാക്കന്മാരെ ഒരിക്കലും എന്തല്ല, ഭൂഷണമല്ല. ഇവിടെ ഈ ആയത്ത് ബൽ ഹുവ സുലൈമാനു നഫ്സുഹു വൽ മുഖാതബു ഹുവൽ ഇഫ്രീതു അല്ലദീ കല്ലമഹു. അഥവാ ഇവിടെ ഈ വാക്കുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, അത് ആരോടാണ് മുഖാത്തബ്? ഇഫ്രീത്തിനോടാണ്. നിങ്ങൾക്ക് ഇഫ്രീത്തിനോടാണ് ഇസ്തിഗാസ ചെയ്യേണ്ട സലാമാക്കവി. എന്നിട്ട് പിന്നെ പറയാണ് വീണ്ടും ഇമാം റാസി തുടർന്ന് പറയുന്നു, വഅറാദ സുലൈമാനു അലൈഹിസ്സലാം ഇദ്ഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവല. അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചതാണ്. എങ്ങനെ? ثم بين للإفريت أنه يتأتى له من سرعة الإتيان بالعكس ما لا يتهيأ بالإفريت. അഥവാ ഇഫ്രീത്തിനെ മുട്ടുകുത്തിച്ചതാണ്. അഥവാ നിങ്ങളുടെ ആ ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ ഉസ്താദായ ഇഫ്രീത്തിനെ മുട്ടുകുത്തിച്ചതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം മുട്ടുകുത്തിച്ചതാണ്. അതല്ലാതെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഇസ്തിഗാത്ത് ചെയ്തിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ആ നേതാവ് ഇഫ്രീത്തിനെ മുട്ടുകുത്തിച്ചതാണ് ആയത്തിന്റെ വിശദീകരണം. അഥവാ ഇവിടെ ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചതാണ് സംഭവം. പിന്നെ ദുആയുടെ താരീഫ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആ ഹുവൽ ഇബാദത്ത് എന്ന് പറഞ്ഞപ്പോൾ സഹാബികളോട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചനം ഒന്നും ഒരിക്കലും ചോദിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം ദുആ ഇവിടെ അല്ലാഹു തആല ഖുർആനിൽ ഇറക്കിയ ദുആ അത് എന്താണെന്ന് അറിയാം. അവർ മക്കയിൽ മുശ്രിക്കീങ്ങൾ നടത്തിയ ദുആ അത് എന്താണെന്ന് അറിയാം. അതുകൊണ്ടൊന്നും അവർ ദുആയുടെ താരീഫ് ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ദുആയുടെ താരീഫ് വേണോ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞപ്പോൾ അദ്ദുആ വൽ ഇബാദത്ത് എന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ വിശദീകരിച്ചപ്പോൾ അതൊന്നും എന്തില്ല, അതൊരിക്കലും എന്തില്ല, അവരൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ തൊട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കദാലിക ലാ നസ്അലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മാ യുംകിനു അൻ യുജീബ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ പാടില്ല അല്ലാഹുവിന്റെ അന്നഹു മിമ്മാ യസ്തഅദിറുല്ലാഹു തആല ബിഹി. അത് അല്ലാഹുവിന്റെ അധീനത്തിൽപ്പെട്ട കാര്യം മാത്രമുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ പാടില്ല. പിന്നെ ചോദിക്കേണ്ടത് എന്താണ്? ചോദിക്കേണ്ട അവരെ കഴിവിൽപ്പെട്ട കാര്യമാണ്. വഹാദാ ജായിദുൻ ലുഗതൻ വശറഅൻ മിൻ കുല്ലി മൻ യഖ്ദിറു അലൈഹി. അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് ചോദിക്കേണ്ടത്. പിന്നെ ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറഞ്ഞ ശേഷം ഖാല ഇബ്നു അബ്ബാസ് ബിൻ ഈമാനിഹിം അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അന്നൽ മുശ്രികീന കാനു യഖൂലൂന ഫീ തൽബിയതിഹിം അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് അന്നൽ മുശ്രികീന കാനു യഖൂലൂന ഫീ തൽബിയതിഹിം ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വലക. അത് അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് എന്ത് ഇവിടെ അവർ തൽബിയത്ത് ചൊല്ലിയത്. എന്നിട്ട് പിന്നെ വീണ്ടും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, എന്താ പറയുന്നറിയോ? അത് അവർ അംഗീകരിച്ചു
അംഗീകരിച്ചിരുന്നു. ആ തൗഹീദുൽ റുബൂബിയ്യ അവർ അംഗീകരിച്ചിരുന്നു. അതിൽ ലാ ശരീക ലഹു ഫീഹാ, അവർ യാതൊരു നിലക്കും എന്ത് ചെയ്തിട്ടില്ല, പങ്കു ചേർത്തിട്ടില്ല. വീണ്ടും അല്ലാഹു തആലയുടെ ഖാലിഖ് എന്നും അല്ലാഹു തആലയുടെ റാസിഖ് എന്നും മാന്യ സുഹൃത്ത് ഇപ്പോഴും എന്തൊക്കെ പറയാ എന്നല്ലാതെ നമ്മുടെ ചോദ്യത്തെ തൊടാൻ കഴിയുന്നില്ല. അവസാനം അയ്യുക്കും എഴുത്തീനി എന്നതിൽ എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞ അഭിപ്രായത്തിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമുണ്ട്. ആ ഇമാം റാസി തങ്ങൾക്ക് അവിടെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണുള്ളത്. അതെടുത്തുകൊണ്ട് മൂപ്പര് കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. പക്ഷെ ജുംഹൂറുൽ മുഫസ്സിരീങ്ങളും അതല്ല. എല്ലാ ബഹുഭൂരിപക്ഷ മുഫസ്സിരീങ്ങളും പറയുന്നത് അത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അല്ല കൊണ്ടുവന്നിട്ടുള്ളത്, അവരുടെ ആളുകളിൽപ്പെട്ട ഒരാളാണ്, ആസിഫ് ഇബ്നു ബർഖിയ ആണ് എന്നതാണ്. അതുകൊണ്ട് ആ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ഇവിടെ കൊണ്ടുവരേണ്ടത്. ജുംഹൂറുൽ മുഫസ്സിരീങ്ങൾ അംഗീകരിച്ച ആ തഫ്സീർ അനുസരിച്ച് പറയണം. അത് എന്നാൽ തന്നെ ഇവിടെ ചോദിക്കാനുള്ളത് അയ്യുക്കും യഅ്തീനി, നിങ്ങളിൽ നിന്ന് ആരെങ്ങനെ ഇഫ്രീത്തിനോടുള്ള വെല്ലുവിളിയാകുന്നു. അതുകൊണ്ട് ആ വാദം നിലനിൽക്കുന്നതല്ല. ആ തഫ്സീർ മർജൂഹായ തഫ്സീറാണ്, ലഈഫായ തഫ്സീറാണ് അവിടെ. അതുകൊണ്ട് ആ അഭിപ്രായത്തിന് സ്വീകരിക്കപ്പെടാൻ സാധ്യമല്ല. പിന്നെ പൊട്ടത്തരം എന്ന് പറഞ്ഞ പൊട്ടത്തരം എന്ന് സ്ഥിരപ്പെടാത്ത കാര്യങ്ങളൊക്കെ പറ്റി പൊട്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതിനെ സംബന്ധിച്ച ഷിർക്ക് എന്ന് പറഞ്ഞത് അത് പറയൂ സുഹൃത്തെ. ഏതാണ് ഷിർക്ക്? റാസിയുടെ ഇബാറത്തിൽ ഏതാണ് ഷിർക്ക് പറഞ്ഞത്? ഞാൻ ചോദിച്ച എന്റെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ ശേഷിക്കുകയാണ്. ഇവിടെ മാന്യ സുഹൃത്ത് സമ്മതിച്ചു, അയ്യുക്കും യഅ്തീനി, നിങ്ങൾ കൊണ്ടുവന്ന് തരുമോ എന്ന സഹായാഭ്യർത്ഥന. അത് ഇഫ്രീത്തിനോട് മാത്രമായിരുന്നില്ല, എല്ലാവരോടുമായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരാൾ ഖാലല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് എന്ന് അല്ലാഹ് പറഞ്ഞത്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഇൽമു ഉള്ളവർക്ക് അതിന് സാധിക്കും, സാധിക്കുന്നവർ അങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇൽമുൽ കിതാബുള്ള ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഇൽമുൽ കിതാബുള്ള ഒരാളോട് നാം പറയുന്നു, ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണം. അവർ സഹായിക്കുന്ന ദുആ കൊണ്ടാവാം, അവരുടെ ഉദ്ദേശം കൊണ്ടാകാം, വാക്കുകൊണ്ടാവാം, പല രൂപത്തിലാവാം. ഇതുപോലെ തന്നെയാണ് രോഗവും രോഗശമനവും. ഷാഫി അല്ലാഹുവാണ്, ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. മഹാന്മാര് ദുആ കൊണ്ട് കാരണമാകും, മഹാന്മാര് തലോടൽ കൊണ്ട് കാരണമാകും, മഹാന്മാര് അവരുടെ നിവൃത്ത് കൊണ്ട് കാരണമാകും, പലതുകൊണ്ടും കാരണമാകും. ഈ കാരണമാകും എന്ന ഉദ്ദേശത്തോടു കൂടെ ഒന്ന് ശിഫയാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല. ഇങ്ങനെ ഒരു തങ്ങളുടെ മുന്നിൽ നിന്ന് ചോദിച്ചാൽ അത് ശിർക്കാകുമോന്നാ എന്റെ ചോദ്യം അതാണ്. ആ ശിർക്കാകുമെങ്കിൽ അതിന്റെ കാരണം എന്ത്? ശിർക്കാകുമോ? ആകുമെങ്കിൽ ആകുമെന്ന് പറയുക, ആവുകയില്ലെങ്കിൽ ആവുകയില്ല എന്ന് പറയുക. ആകുമെങ്കിൽ എന്തുകൊണ്ട് ശിർക്കായി? എന്റെ എല്ലാ ചോദ്യങ്ങളും ഇവിടെ അവശേഷിക്കുകയാണ്. ഇനിയും ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പ്രത്യേകതകൾ ആണ് ശിർക്ക് എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ശിർക്ക് വന്നത് എന്ന്. എന്നാൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, ആ വിശേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിപ്പിക്കുക, മരിപ്പിക്കുക എന്നത്. ഈ വിശേഷണം അല്ലാഹു ജീവിപ്പിക്കുന്നവനാണ്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ, യാതൊരു സംശയവുമില്ല. വേറെ ആർക്കും അതിന് കഴിയില്ല. എന്നാൽ നമ്രൂദ് പറഞ്ഞു ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും എന്ന് പറഞ്ഞു. ഇത് ശിർക്കാണ്, കുഫറാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഇതേ വാക്ക് ഞാൻ ജീവിപ്പിക്കുമെന്ന് ഊഹി എന്ന് ഈസ നബി പറഞ്ഞു. ഇത് ശിർക്കല്ല, ഇത് തൗഹീദാണ്. എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? ചോദ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഊഹി വ ഉമീതു, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ. മുഹി അല്ലാഹുവിന്റെ വിശേഷണമാണ്. നമ്രൂദ് പറഞ്ഞു ഊഹി വ ഉമീതു. നിങ്ങൾക്ക് ഒന്നിനും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇതിനെങ്കിലും മറുപടി പറയേ. ഊഹി വ ഉമീതു എന്ന് അയാൾ പറഞ്ഞപ്പോ ശിർക്ക്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ തൗഹീദ്, ഊഹി എന്ന് പറഞ്ഞപ്പോൾ തൗഹീദ്. എന്തുകൊണ്ട് ഈ വ്യത്യാസമുണ്ടായി? അസ്സലാമു അലൈക്കും. ഏതായിരുന്നാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വന്ന പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു എന്നിങ്ങനെ നീണ്ട തൊള്ളയിൽ പെരുപ്പിച്ചതുകൊണ്ട് കാര്യം നടക്കൂല. അതൊക്കെ അണികളെ ഒന്നിങ്ങനെ ഒതുക്കി നിർത്താൻ സഹായകമാകുമെന്നെ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ എന്തായാലും ഇമാം റാസി റഹിമഹുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം പറയും.
എന്നൊരു വാചകം എന്തായാലും നിങ്ങളെ നാവിന്ന് വന്നു. അപ്പൊ ഇമാം റാസിനെ ഇപ്പൊ തള്ളി അല്ലേ, വലിയ ഹോജയാണ് എന്ന് പറഞ്ഞിങ്ങനെ പൊലിപ്പിച്ച് അവനവന് വേണ്ട കാര്യങ്ങളിൽ പിടിച്ചു താങ്ങി നിർത്തുന്ന ഇമാം റാസി, ആ റാസി ഇപ്പൊ എന്തായി? നിങ്ങൾക്ക് വേണ്ടാതെയായി. അതുകൊണ്ട് ആ റാസിയെ നിങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങളെ കേൾപ്പിച്ച വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴിയായി നിങ്ങൾ കാണുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. എന്തായാലും നിങ്ങളെ വിടാൻ തീരുമാനമില്ല. ഇമാം റാസി റഹിമഹുല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ല സൂചിപ്പിച്ച ആ കാര്യം അള്ളാഹുവിന്റെ സൂറത്ത് അൻഫാലിലെ ഹുവല്ലദി അയ്യദക ബിനസ്രിഹി എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ഇബാറത്തിന് ഞങ്ങൾ അർത്ഥം പറഞ്ഞു. അർത്ഥം പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരു കളവ് നിങ്ങൾ അടിച്ചുവിട്ടു. അത് നേരത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ അർത്ഥം ഞങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു, നിങ്ങളത് കേട്ടില്ല. ഇനി നിങ്ങൾ കൃത്യമായ അർത്ഥം വെക്കണം. പദാനുപദ അർത്ഥം വെച്ചിട്ട് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ കാര്യത്തിൽ വിശദീകരിക്കുന്ന ധൈര്യം കാണിക്കും. എന്താ നിങ്ങൾ തൊടാൻ പേടിക്കുന്നത്? മംഗലാപുര സംവാദത്തിൽ നിങ്ങളെ ഉസ്താദുമാര് അത് തൊടാൻ പേടിച്ചു എന്ന് മാത്രമല്ല, വായിച്ച് ബബ്ബ പഠിച്ച ആകെ പിന്നെ പ്രയാസപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായത്. ആ ഒരു പേടി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. പേടിച്ചത് കൊണ്ടായില്ല. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ആ ഇബാറത്തിനെ പദാനുപദ അർത്ഥം വെച്ച് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞ വാചകം സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ലം തജിൽ ആദതു ബിജരിയാനിഹാ അലാ ഐദി ഖൽഖിഹി കതലബിൽ ഹിദായത്തി വൽ ഇൽം വശിഫാഇൽ മറദ വഹുസൂലിൽ ആഫിയ സഅല റബ്ബഹു ദാലിക. എന്തേ മുസ്ലിയാരെ മറന്നുപോയത്? സഅല റബ്ബഹു ദാലിക എന്തേ? നിങ്ങളെ ചെവിയിൽ കുത്തുന്നുണ്ടാവൂലേ, മനസ്സിന് വല്ലാതെ നീറ്റലുണ്ടാവും. സഅല റബ്ബഹു ദാലിക, എന്താ നിങ്ങൾക്ക് തൊടാൻ ധൈര്യമില്ലാത്തത്? സഅല റബ്ബഹു ദാലിക, നിങ്ങൾ അതിന് കൃത്യമായി അർത്ഥം വെച്ചെന്ന് പറയും. സഅല റബ്ബഹു ദാലിക, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. എന്താ പറയാൻ ധൈര്യമില്ലാത്തത്? നേരത്തെ കുറെ വീണുണ്ടല്ലോ, എന്താ തൊടാത്തത്? അതുകൊണ്ട് തൊള്ള മാറ്റി വെച്ച് ഇതിലേക്ക് വരണം. ഇനിയോ അയ്യുക്കും യഅ്തീനി ഒന്ന് അർത്ഥം വെക്കിങ്ങള്. അയ്യുക്കും യഅ്തീനി, നിങ്ങളിൽ ആരാണത് കൊണ്ടുവരാൻ സാധിക്കുന്നവർ, കൊണ്ടുവരാൻ കഴിവുള്ള ഒരാൾ ഉള്ളത് കൊണ്ടാണ് അയ്യുക്കും യഅ്തീനി എന്നതിന് ഉത്തരം കൊടുത്തത്. അതിന്റെ തഫ്സീറിലെ കാര്യം വായിച്ചപ്പോ ഒറ്റപ്പെട്ട അഭിപ്രായം. അപ്പോ സൃഷ്ടിക്ക് കഴിയാത്ത കാര്യം ചോദിച്ചു എന്ന് ജുംഹൂറിന്റെ അഭിപ്രായമുള്ള തഫ്സീറിൽ ഉണ്ട് അല്ലെ? ആ രൂപത്തിൽ പറയേണ്ടി വരും. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാം അയ്യുക്കും യഅ്തീനി എന്ന് ചോദിച്ചതിൽ എവിടെ അഭൗതികം? ആ ചോദ്യം കേട്ടാറില്ല മുസ്ലിം, അതും തിരിയാതെ പോയോ? അയ്യുക്കും യഅ്തീനി എന്ന ആയത്തിന്റെ അർത്ഥം പോലും തിരിയാതെ പോയോ? ഇങ്ങനെയാണ് പിന്നെ എങ്ങനെ റാസിന്റെ ഇബാറത്തിന് അർത്ഥം വെക്കങ്ങള്? അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഇമാം റാസിയുടെ ഇബാറത്തിന് നിങ്ങൾ ആ അർത്ഥം വെക്കണം. അയ്യുക്കും യഅ്തീനി എന്നത് കഴിയുന്ന ഒരാൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ആര് ചോദിക്കുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുന്നത്. അത് ഇനി അല്ലെങ്കിൽ, അങ്ങനെ ഇല്ലെങ്കിൽ തഫ്സീർ കൊണ്ട് നിങ്ങളിത് വായി തെളിയിക്കണം. നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, അതങ്ങനെ നിങ്ങൾ തെളിയിക്കണം. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ആ വിശദീകരണം ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും മുസ്ലിയാർക്ക് തൊടാൻ ധൈര്യമല്ല. പിന്നെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ വീണു മറിയാണ്. മുസ്ലിയാരെ, ചോദ്യങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദ്യങ്ങളാവൂല. ഇതുവരെ നിങ്ങൾ ചോദ്യങ്ങൾ വിട്ടുപോകാൻ നിങ്ങളെ സമ്മതിക്കൂല. ഇത് കേൾക്കുന്ന സാധാരണക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം, ഭൗതികം അഭൗതികം, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി, ഇതൊക്കെ സാധാരണക്കാർ പഠിച്ചു കഴിഞ്ഞു. സാധാരണക്കാർ ഈ ഇബാറത്തുകൾ മനഃപ്പാടമാക്കി പറയാൻ തുടങ്ങി. ഇപ്പോഴും മുസ്ലിയാർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് തൊടാൻ? മംഗലാപുരത്ത് നിങ്ങളെ ദാരിമി വീണുരുണ്ട പോലെ അവസാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് ഷെയ്ഖിനോടും ചോദിക്കാം, ഒറ്റടിക്ക് ഷിർക്കാന്ന് പറയാൻ പറ്റൂല. ഷിർക്കിന്റെ പടുകുഴിയിൽ വീണോലങ്ങളുത്. ആ ഷിർക്കിന് നിങ്ങളെ പിടിച്ചുകൊണ്ടുവരാനാണ് ആത്മാർത്ഥമായി ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിയാരെ നിങ്ങൾ തൊടി. ഇമാം നവവിയുടെ ഇബാറത്തിനെയും അതുപോലെ തന്നെ ഇമാം റാസിയുടെ ഇബാറത്തിനെയും നിങ്ങൾക്ക് തൊടാൻ ധൈര്യമുണ്ടോ? ദാരിമി കേൾക്കുന്നുണ്ടാവുമല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ദാരിമി നിങ്ങൾ ഇടപെടൂ. എന്താ നിങ്ങൾ പേടിച്ചിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇബാറത്തുകളൊന്ന് വായിക്കൂ. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. നമ്മുടെ സംവാദം
വളരെ സന്തോഷകരമായ പര്യവസാനത്തിലായിപ്പോ അത് കഴിയുന്ന ആളുണ്ടെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. കൊണ്ടുവരുമോ എന്ന് ചോദിച്ചതിൽ ശിർക്കില്ല എന്നും പറഞ്ഞു. കൊണ്ടുവന്ന് തരാൻ പറയാനല്ലോ അത്. നിങ്ങൾ ആരാണ് കൊണ്ടുവന്ന് തരിക? നിങ്ങളൊന്ന് കൊണ്ടുവന്ന് തരുമോ? അത് കഴിയുന്ന ആളുള്ളത് കൊണ്ടാ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് അതന്നെ. ഒരു മഹാൻ ഇവിടെ ഉണ്ട്, ഇൽമുൽ കിതാബുള്ള ഒരു മഹാൻ. അതാണ് ഇഷ്ടദാസന്മാരെ, അതാണ് അള്ളാന്റെ ഔലിയാക്കളെ. ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് വആതൈനാഹു മിൻ ലദുന്നാ ഇൽമ. രണ്ടും ഒരായത്തല്ല കേട്ടോ, രണ്ടായത്താണ്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആ ഇൽമിയായ ലദുന്നിയായ അള്ളാഹുവിന്റെ പ്രത്യേക കഴിവുള്ള ആളുകൾ, അതാണ് ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത്. ആ ഇഷ്ടദാസന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ട്, വിരോധമില്ല. അൽഹംദുലില്ലാ, നമ്മുടെ സംവാദം വിജയിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതിവിടെ സമ്മതിച്ചത് കൊണ്ട് മൗലവിക്ക് വലിയ ഒരുപാട് പൂവുകൾ തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, താങ്ക്സുകൾ നൽകുകയാണ്. അൽഹംദുലില്ലാ, ആദ്യമായിട്ടാണ് ഇത് ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് പറയുന്നത്. അത് സമ്മതിച്ചു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഫാത്തിന് ശേഷം നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. ആ വെളിവാക്കപ്പെടും. അങ്ങനെ അതിൽ മോശമുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. നബിയെ കൊണ്ട് കഴിയുന്നതാണല്ലോ അത്. റസൂലുള്ളാഹിയോട് ലക അഷ്കു യാ റസൂലല്ലാഹ് ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്. ലക അഷ്കു, നബിയെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി പൊറുക്കലിന് തരണം. ഞാൻ അതിൽ നിന്ന് അള്ളാഹു എനിക്ക് പുറത്തു കിട്ടാൻ വേണ്ടി ആവശ്യമുള്ളത് തങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു ആ വിഷയം എന്ന് പറയുന്നതിൽ വല്ല ശിർക്കും ഇനി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഹയാത്തി ഖൈറുൽ ലക്കും, നിങ്ങളുടെ ഇമാമിങ്ങൾ തന്നെ സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞ ഹയാത്തി ഖൈറുൽ ലക്കും മമാത്തി ഖൈറുൽ ലക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടെ എന്റെ മേൽ, നിങ്ങളുടെ മേൽ വഫാത്തിന് ശേഷം, മരണശേഷം നിങ്ങളുടെ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. ഞാനത് കാണും. അതിൽ നല്ലത് കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കും, ചീത്ത കണ്ടാൽ അള്ളാഹുവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് പറഞ്ഞത് ആ നബിക്ക് കഴിയുമെന്നാണല്ലോ. കഴിയുന്നത് ചോദിക്കാന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഭാഗികമായി വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലെങ്കിൽ അവരോടും ഇസ്തിഗാസ ചെയ്യുന്നത് മൗലവി തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിനി തുറന്നു പറയാൻ വിഷമം ഉണ്ടാകും എന്ന് എനിക്ക് തള്ളിയെന്നല്ല. പല തഫ്സീറുകളും പറയും ഈ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ. റാസി ഇമാം പല തഫ്സീറുകളും പറഞ്ഞു. കൂട്ടത്തിൽ ഈ തഫ്സീറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തഫ്സീറുകളിൽ നിന്നും റാജിഹ് അതല്ല, തഫ്സീറുകൾ വ്യാഖ്യാനങ്ങൾ പറയുന്നിടത്ത് തെവീലുകൾ, ഇതെന്താണ് ഇതിന്റെ രൂപം എന്ന് വിവരിക്കുന്നിടത്ത് പല രൂപങ്ങൾ പറയും. അതാണ് അതിൽപ്പെട്ട ഒരു രൂപമാണ് അത്. അതല്ല ജുംഹൂർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മറ്റൊന്ന്. പിന്നീട് എന്റെ മാന്യ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്, എന്റെ ഇമാം റാസിയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ അർത്ഥം പറയണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത്? നിങ്ങൾക്ക് അർത്ഥം പറയാൻ കഴിയാത്തത് കൊണ്ടാണോ? അതല്ല അതിൽ ശിർക്കുണ്ട് എന്ന പദം ഇല്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയണം എന്ന് പറയുന്നത്? ഇമാം റാസിയുടെ ഇബാറത്തിലും നബവിയുടെ ഇബാറത്തിലും റഹിമഹുമുല്ലാഹു തആല അങ്ങനെ ശിർക്ക് എന്ന ഒരു വാദം ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി വായിച്ചു തരില്ലേ വേണ്ടത്? ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. എന്താണ് അതൊന്നും കൊണ്ട് വായിച്ചിട്ട് ഇവിടെ ശിർക്കുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇത്ര പ്രയാസം? അതുകൊണ്ട് അതിനും നിങ്ങൾക്ക് സാധ്യമല്ല. അതിലങ്ങനെയില്ല, ഇല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് എന്റെ മാന്യ സുഹൃത്തെ, നിങ്ങൾക്ക് സാധ്യമേ അല്ല. ഈ വാദങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ എല്ലാ റുബൂബിയത്ത് പൊളിഞ്ഞും ഇപ്പൊ മുണ്ടുന്നില്ലല്ലോ. റുബൂബിയത്തിൽ വിശ്വാസമില്ലായിരുന്നു, ഇല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യവസ്ഥയില് ഹദീസുകൾ സഹീഹായ ഹദീസുകളാണ് വേണ്ടത്. ഈ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ചതിന് ശേഷം, അഥവാ ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം, അഥവാ ഇമാം ഹാഫിദ് ഇറാഖി അദ്ദേഹത്തിന്റെ തഖ്രീജിൽ പറയുന്നു, അഥവാ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് വരിജാലുഹു റിജാലു സഹീഹ് ഇല്ലാ അബ്ദുല്ലാഹിൽ മജീദ് അബ്ദുൽ അസീസ് ബിൻ അബീ റവാദ് വൈൻ അഖദ ലഹു മുസ്ലിം വസഖു ഇബ്നു മഈൻ വനസായി ഫഖദ് ദഅഫുഹു കസീറൂൻ. അഥവാ ധാരാളം ആളുകൾ ആ റാവിയെ, അഥവാ അബ്ദുൽ മജീദ് അബ്ദുൽ അസീസ് ബിൻ റവാദ് എന്നുള്ള ആ റാവിയെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഹയാത്തി ഖൈറുൽ ലക്കും വമാതി ലക്കും എന്ന് ഉദ്ധരിച്ച ആ റിപ്പോർട്ടർ, അഥവാ അബ്ദുൽ മജീദ് അബ്ദുൽ അസീസ് ബിൻ റവാദ് എന്നാ പറയുന്ന ആ റിപ്പോർട്ടർ എന്താണ്? ദുർബലമാണെന്നുള്ളത്
ഹാഫിദ് ഇറാഖി അദ്ദേഹം കള്ളം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അഞ്ചാമത്തെ അഭിപ്രായം അഥവാ ഈ മുഹാത്തബ് ആരോടാണ്? ഇഫ്രീത്തിനോടാണ്. ആ വാക്കുകൾ ഇഫ്രീത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത്. സുലൈമാൻ അലൈഹി സ്വലാം അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇഫ്രീത്തിനെ വെല്ലുവിളിക്കുകയാണ് അതിന്റെ ഉദ്ദേശം. സുമ്മ ബയ്യനലിൽ ഇഫ്രീത്തി, പിന്നെ ഇഫ്രീത്തിന് കാണിച്ചു കൊടുക്കാണ് എന്താണ് അഥവാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് എത്രയും പെട്ടെന്ന് ഈ ആർഷ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. വഹാദൽ ഖൗലു അഖ്റബു ലിവുജൂഹിൻ, ഈ അഭിപ്രായമാണ് ഏറ്റവും ശരി, ഏറ്റവും അക്രമ ഈ വിഷയമാണെന്നുള്ള ഇമാം റാസിനെ പറ്റി പച്ചക്കള്ളം സലാമാക്കി പറയുന്നു. അതിലൊരു കൂട്ടത്തിൽ ഒരു റാസിനെ ഒരു അഭിപ്രായം കൊടുത്തു എന്നല്ലാതെ എന്നിട്ട് പറയണത് അങ്ങനൊന്നല്ല, അതിന് അഭിപ്രായം ഒന്നുമില്ല, അങ്ങനെ ഇമാം റാസി കൊടുത്തതേ ഉള്ളൂ. അല്ല, വഹാദൽ ഖൗലു അഖ്റബു, ഏറ്റവും അടുത്തത് ഈ അഭിപ്രായമാണ്. ലിവുജൂഹിൻ, 5 അഭിപ്രായം കൊടുക്കുന്നുണ്ട്. 5ഉം പഠിപ്പിച്ചേണോ സലാമാക്കി? നിങ്ങൾക്ക് 5ഉം പഠിപ്പിച്ചിരുന്നോ? അതുകൊണ്ട് പച്ചക്കള്ളം ഇവർ പറയത്. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം ബിഇസ്നില്ല എന്നുള്ള എന്തുകൊണ്ട് കട്ടു? ബിഇസ്നില്ല എന്തുകൊണ്ട് കട്ടു? അത് വ്യക്തമായി തന്നെ തഫ്സീറിൽ എന്തുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ല? വ്യക്തമായി തന്നെ ഇമാം ഖറാബി റഹ്മഹുല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ മാത്രമേ ജീവിപ്പിക്കാനും ഭരിപ്പിക്കാനും ആ കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. എന്നിട്ട് പിന്നെ പറയണം തൗഹീദുല്ലാഹി തആല തവഹുദുഹു ബിഹാദിൽ ഉമൂരി അലാ സബീലിൽ ഹഖീഖത്തി, അഥവാ അള്ളാഹു മാത്രമാണ് ഹഖീഖിയായി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു തആല മാത്രമാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് മജാദിയായ അർത്ഥത്തിൽ മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും എന്തല്ല സാക്ഷാൽ അള്ളാഹു തആലയാണ് അത് മാത്രമാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ബഹറുൽ മുഹീത്തിൽ പറയുന്നത് വമഅന അഖ്ലുഖു, അഖ്ലുഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഖദ്ദിറു വഉഹയ്യിഉ, അഥവാ എനിക്ക് എന്താണ് ഒരിക്കലും എനിക്ക് കഴിവുണ്ടെന്നല്ല, മറിച്ച് അള്ളാഹു തആല ചെയ്തു. വൽ ഹൽഖു യകൂനു ബിമഅനൽ ഇൻശാഇ വൽ ഇബ്റാദിൽ ഐനി മിനൽ അദമി സർഫ് ഇലൽ വുജൂദി വഹാദാ ലാ യകൂനു ഇല്ലല്ലാഹി തആല, അതൊരിക്കലും എന്തല്ല അള്ളാഹു തആലക്കല്ലാതെ ഒരിക്കലും ശരിയല്ല എന്നുള്ളത് വ്യക്തമായി തന്നെ ബഹറുൽ മുഹീത്തിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഹഖീഖിയായിട്ട് അള്ളാഹു തആല മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ബിഇസ്നില്ല എന്നുള്ള പണ്ഡിതന്മാർ എന്താണ് അള്ളാഹു തആല തന്നെ പറഞ്ഞത്. പക്ഷെ ആ ബിഇസ്നില്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ സലാമാക്കി പറഞ്ഞിട്ടുള്ളത്. പിന്നുള്ള കാര്യം എന്താണ്? ഇവിടെ ഇമാം റാസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഷിർക്ക് എന്നൊക്കെ പറഞ്ഞത് ഞാൻ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു താരങ്ങൾ തുല്യപ്പെടുത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും. ഇവിടെ സഹായം അള്ളാഹുവിന് സഹായമുണ്ട്, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇമാം റാസി അവിടുത്തെ സഹായത്തെ വേർതിരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹായമാണ്, മറ്റുള്ളവർക്ക് കൊടുത്ത സഹായം എന്ന നിലക്കല്ല, മറിച്ച് കാര്യകാല ബന്ധത്തിന് അതീതമായും കാര്യകാല ബന്ധത്തിന് ഉള്ളിൽ എന്നുള്ളത് കൊണ്ടാണ് ഇമാം റാസി അവിടെ വിശദീകരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു, വ്യക്തമായി തന്നെ പറഞ്ഞു, അള്ളാഹു തആലക്ക് മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് സൃഷ്ടിക്കും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തൊട്ടിട്ടില്ല. ഇത് സാക്ഷാൽ നിങ്ങളുടെ സുബ്കി തന്നെ അദ്ദേഹത്തിന് ശിഫാഉ സഖാമിൽ പറഞ്ഞ കാര്യമാണ്. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അദ്ദേഹം പറയുന്നു ഫയകൂനു ഖൗലു ലാ യുസ്തഗാസു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്നോട് മാത്രം സഹായം ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹായം അള്ളാഹുവിന്റെ അധീനത്തിൽ മറ്റ കാര്യം മാത്രമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഹൃത്തുക്കളെ, ഇപ്പോ 9 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 10ാമത്തെ ചോദ്യമാണ്. ഉത്തരം പറയാൻ അവസാനത്തെ ചാൻസാണ് മറുപക്ഷത്തിനുള്ളത്. 9 ചോദ്യങ്ങളും 9 ഉത്തരത്തിനുള്ള അവസരങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ചാൻസാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മറുപക്ഷത്തു നിന്ന് ആരംഭിക്കും. പിന്നെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്,
മൈക്ക് ചാടിയിട്ട് എടുക്കരുത് കേട്ടോ. ചാടിയിട്ട് എടുക്കുന്ന സമയത്ത് DC ആയിട്ട് വീണ്ടും കയറേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് സുന്നി പക്ഷത്തിൽ നിന്നുള്ള പിന്നെ അവസാനത്തെ ചോദ്യം, അതായത് 10ാമത്തെ ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് ഇനി നടക്കാനുള്ളത്. അതിലേക്ക് മൈക്ക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. എന്തായിരുന്നാലും ശരി, പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ വിജയിച്ചു. എന്റെ 7ാമത്തെ ചോദ്യത്തിന് മൗലവി മറുപടി പറഞ്ഞില്ല എന്ന് ഞാൻ പറയില്ല, മൂപ്പര് മറുപടി പറഞ്ഞു. അൽഹംദുലില്ലാ, അതോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്തു. ഉഹീൽ മൗത്ത്, അള്ളാഹുവിന്റെ ഏറ്റവും അഹസ്സായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ് ജീവിപ്പിക്കുക, മരിപ്പിക്കുക. അത് ബിഇദ്നില്ലയാണെങ്കിൽ ജായിസാണ്, മറ്റുള്ളവരിലേക്ക് ചേർത്തി പറയാം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ശിർക്കില്ല. സമ്മതമില്ലാതെയാവുകയാണെങ്കിലാണ് ശിർക്ക്. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിലാണ് ശിർക്ക്. ഇത് തന്നെയാണ് ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്ക മുശ്രിക്കീങ്ങൾ ബിഗൈരി ഇദ്നിഹി ആയതുകൊണ്ടാണ് ശിർക്കായത്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും സമസ്തക്കാരും ഒക്കെ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ഇഷ്ടദാസന്മാര് ശിഫയാക്കും, ജീവിപ്പിക്കും, മരിപ്പിക്കും, ഹിദായത്താക്കും ഒക്കെ ചെയ്യും. ഇതിനോടുകൂടെയാണെങ്കിൽ ശിർക്കല്ല. മൗലവി സമ്മതിച്ചു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംവാദം ഇവിടെ വിജയിച്ചു. പിന്നെ റാജിനെ വിട്ടു എന്ന് പറഞ്ഞു. എവിടെ? നിങ്ങൾ ഇബ്നു കസീർ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തബരി മുതൽ മുഴുവൻ തഫ്സീറും വിട്ടിട്ടല്ലേ ഇമാം റാജി 5ാമത്തതായിട്ട് പറഞ്ഞിട്ട് മൂപ്പര് അഭിപ്രായ പ്രകാരം അതിനെ റാജിഹാക്കിനെ നിങ്ങൾ എടുത്തത്? ബാക്കിയുള്ള മുഴുവൻ മുഫസ്സിരീങ്ങളും മറ്റതല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്തേ അതൊക്കെ നിങ്ങൾ തള്ളുന്നത്? മുഴുവൻ മുഫസ്സിരീങ്ങളും മറ്റുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റേ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ റുബൂബിയത്ത് വിട്ടു, എല്ലാം വിട്ടു. എന്റെ ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുകയാണ്. എന്റെ മാന്യ സുഹൃത്തേ, ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂല് തന്നെയാണ് ഇദാ സഅൽത ഫസ്അലി സ്വാലിഹീൻ, ചോദിക്കുമ്പോൾ നല്ലവരോട് ചോദിച്ചോളാനും പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറഞ്ഞ ഒരു ഇബാറത്തിലും, അതൊക്കെ മനസ്സിലാക്കി ഇബാറത്ത് പറഞ്ഞ ഒരു ഇബാറത്തിലും ശിർക്കിന്റെ ലാഞ്ചന പോലും നിങ്ങൾക്കില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. റാസിയും പറഞ്ഞിട്ടില്ല, ഇമാം നവവിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ല എന്ന ആയത്ത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ തുടങ്ങിയുള്ള ഇദാ സഅൽത ഫസ്അലില്ല എന്ന ഹദീസ് ആയത്തുകൾ, ഇതിന്റെ ഒക്കെ വ്യാഖ്യാനത്തിൽ അഭൗതിക രൂപത്തിലാണെങ്കിൽ ശിർക്കാകും എന്ന് പറഞ്ഞത് ആര്? മുണ്ടിയില്ല നിങ്ങള്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫീ ഔനി അഖീഹി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്ന് പറഞ്ഞിടത്ത് ഭൗതികവും അഭൗതികവും വേർതിരിച്ചു. എവിടെ പറഞ്ഞു? മിണ്ടിയില്ല നിങ്ങള്. ദുആക്ക് നിങ്ങൾ വ്യാഖ്യാനം പറഞ്ഞില്ല. നിങ്ങളുടെ ആളുകൾ പറഞ്ഞ വ്യാഖ്യാനത്തെ നിങ്ങൾ തള്ളുകയും ചെയ്തു. അത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുപോലെ നിങ്ങൾ ചോദിച്ച അഭൗതിക മാർഗത്തിൽ മഹാനായ ഒരു വലിയനോട് കഴിവുള്ള ആളുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചു. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതേ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചാൽ ശിർക്കാകുമോ എന്ന ചോദ്യത്തിന് മിണ്ടിയിട്ടില്ല. മിണ്ടാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല. നിങ്ങൾ പിന്നീട് പറഞ്ഞു അവരെ കൊണ്ട് കഴിയുന്നത് ചോദിക്കുമ്പോൾ ശിർക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇസ്തിഗ്ഫാർ ചെയ്തത് ശിർക്ക്, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന അർത്ഥത്തിൽ ലക അഷ്കൂ എന്ന് ചോദിച്ചാൽ ശിർക്കാകുമോ, എന്നാവശ്യപ്പെട്ടാൽ ശിർക്കാകുമോ എന്ന് ചോദിച്ചു. മിണ്ടിയിട്ടില്ല. പിന്നെ ഹദീസ് സഹീഹ് അല്ലാന്ന, അത് നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസ് സഹീഹാണെന്ന് 100% തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് സ്വീകരിക്കാൻ പറ്റാത്ത വല്ല കുഴപ്പവും ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന്റെ അവസരത്തിൽ ചോദിക്കാം. ആ ഹദീസ് കൃത്യമാണ്. ഒരു കുഴപ്പവും ആ ഹദീസിനില്ല. ആ ഹദീസിൽ റസൂലുള്ള വഫാത്തിന് ശേഷം ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരൊറ്റ ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പണി ബിഇദ്നില്ല എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ.
ബാക്കിബി എന്താണ് ഇവിടെ ആദ്യം പറഞ്ഞത്? വിഷയത്തിൽ ഇമാം റാദി അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആദ്യം പറഞ്ഞത് നിങ്ങൾ എന്താണ് കളവ് പറഞ്ഞതെന്നാണെന്നുള്ളത് ഇപ്പൊ എന്തായി വ്യക്തമായി തന്നെ ഇവിടെ മനസ്സിലായി. ഇനി മനസ്സിലാക്കുക എന്താണ് ഇവിടെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവിൽ പെട്ട കാര്യമാണോ? എന്നാൽ നിങ്ങളുടെ ഹോജാക്കന്മാർ എന്ന് പറഞ്ഞത് വദർബുൻ ഹുവ ഖാരിജുൻ അൻ ഖുദ്റത്തിഹിം, അവരുടെ കഴിവിൽ പെട്ടതല്ല, കഴിവിന് പുറത്താണ് മുസ്ലിയാക്കന്മാർ. ഫലം യഖ്ദിറു അലൽ ഇത്യാനി ബിമിസ്ലി, അവർക്കാർക്കും അങ്ങനെ കൊണ്ടുവരാൻ സാധ്യമല്ല. കഹിയായിൽ മൗത, ഏതുപോലെ മരിച്ചവരെ ജീവിക്കുന്നത് പോലെ, വഖൽബിൽ അസ ഹയ്യത്തൻ, ഏതുപോലെ മൂസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്ന പോലെ, വഖാരി നാഖത്തി മിൻ സഹറത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഅ്ജിസത്ത് കൊണ്ടുവന്ന പോലെ, വകലാമി ഷജറത്തിൻ വനബിൽ മാഇ മിനൽ അസാബി വഇൻഷഖാഖിൽ ഖമർ മിമ്മാ ലാ യുംകിനു അൻ യഫ്അലഹു അഹദുൻ ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് മാത്രമേ അത് കഴിയൂ. അവരുടെ കഴിവിന് പുറത്താണ്, അഥവാ കഴിവിൽ പെട്ട കാര്യമല്ല. കഴിവിൽപ്പെട്ട കാര്യം മാത്രമാണ് ചോദിക്കാൻ പറഞ്ഞത്. ഇത് കഴിവിൽപ്പെട്ട കാര്യമല്ല മുസ്ലിയാരെ, ഇത് കഴിവിൽപ്പെട്ട കാര്യമല്ല. വഹുവ ഖാരിജുൻ അൻ ഖുദ്റത്തിഹിം, ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊന്നും സലാബാക്കി അല്ലാഹു അക്ബർ നിങ്ങൾ പറഞ്ഞോളൂ. എന്തായാലും നിങ്ങൾ ആ പള്ളിയിലത്തെ എന്താ പറയാ പള്ളിയിലത്തെ മുഅ്ജിസ എന്താണ് അദ്ദേഹം മെയ്മാണെന്ന് കഴിയാം, അതൊക്കെ നിങ്ങൾ പറഞ്ഞൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നിങ്ങളുടെ ആ വിഷയം ഒന്നും ഒരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെന്താണ് ഇമാം റാദി റഹ്മത്തുള്ളാഹ് അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞതെന്നല്ല, ഒരിക്കലുമല്ല മുസ്ലിയാക്കന്മാരെ. തഫ്സീർ പരിധി നോക്കിക്കോളൂ, അത് താബിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ അഭിപ്രായം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്നെയാണ് കൊണ്ടുവന്നത്. സുലൈമാൻ ലാമത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ ബൈലാവി പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട അഭിപ്രായം അത്ര. അതുകൊണ്ടൊന്നും സലാമാക്കി ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സുബിക്ക് പറഞ്ഞു. എന്താ സുബിക്ക് പറഞ്ഞത്? അള്ളാഹുവിന്റെ അധീനത്തിൽപ്പെട്ട കാര്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടൂ. സൃഷ്ടികൾക്ക് കൊടുത്ത കാര്യങ്ങൾ ചോദിക്കാം. ലാ യുസ്തഗാസു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹായം എനിക്ക് കഴിയുകയില്ല. കാരണം ആ സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടൂ. പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അല്ല, ഇമാം റാദി തന്നെ പറഞ്ഞത് നോക്കാം. ഇമാം റാദി പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താണ്? സൃഷ്ടികൾക്ക് അതൊരിക്കലും ഹാസിലാവാൻ പറ്റില്ല. വയ്യാക നസ്തഈൻ ലിയദുല്ല ദാലിക അലാ അന്ന തിൽക റുത്ബത്തുൽ ഹാസിലത്ത് ബിസബിൽ ഇബാദ മാ ഹസലത് മിൻ ഖുവ്വത്തിൽ അബ്ദി, ആ സഹായത്തേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സൃഷ്ടികൾ കഴിയപ്പെട്ടതല്ല. ബൽ ഇന്നമാ ഹസലത് ബിആനത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ സഹായത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത്. വീണ്ടും അദ്ദേഹം ഉദാഹരണം കൊടുക്കുന്നു. വസീറിൽ നിന്നും ഉമറാക്കളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ഹിദായത്ത് അതുപോലെ തന്നെ മഅരിഫത്ത് അല്ലാഹു തആലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് കാരണം അല്ലാഹുവിൽ നിന്ന് മാത്രമേ അത് സ്വീകരിക്കാൻ പാടൂ. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അല്ലാഹു തആല നമ്മൾ പറഞ്ഞിരുന്നത് വ്യക്തമായി തന്നെ ഇമാം റാദി പറയുന്നു. കാരണം ഫലിഅൻ യത്ലുബൽ ഹിദായത വൽ മഅരിഫത മിൻ റബ്ബിസ് സമാവാതി വൽ അർദ് ഔലാ ഫയഖൂലു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവിനോട് മാത്രമേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയാൻ പാടുള്ളൂ. കാരണം അല്ലാഹു തആലയ്ക്ക് മാത്രമേ ഹിദായത്ത് നൽകാൻ പറ്റുള്ളൂ എന്നുള്ളത് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ ഇമാം റാദി വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടൊന്നും സലാമാക്കി നിങ്ങൾക്ക് വെറുതെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാന്നല്ലാതെ നിങ്ങൾക്ക് യാതൊന്നും നിലക്കും എന്തില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു, കാര്യകാരണബന്ധം അഭൗതികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അഥവാ അവർക്കൊന്നും അല്ലാഹു തആലക്ക് മാത്രം കഴിയുന്ന കഴിഞ്ഞാൽ യുഈനു അലൽ ഇബാദിൽ ഇയാനത്തിൽ മുത്ലഖ ഇല്ലല്ലാഹ് വഖദ് യുസ്തഅനു ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹി, അഥവാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സഹായം മുത്ലഖായിട്ട് അല്ലാഹുവിൽ നിന്ന് മാത്രമേ എന്തുള്ളൂ സഹായം ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ സൃഷ്ടികൾക്ക് കഴിവിൽപ്പെട്ട കാര്യങ്ങൾക്ക് ചോദിക്കാം. ഏതുപോലെ അല്ലാഹു തആല പറയുന്നു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ള ആയത്ത് ഉദ്ധരിക്കുന്നു. പിന്നെ വീണ്ടും ഇദാ സഅൽത ഫസ്അലില്ലാ എന്നുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹ് അദ്ദേഹത്തിന്റെ തഹ്ഫദുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഖുസൂസൻ ഇദാ കാനത്തിൽ ഹാജത്തുൽ ലതി യസ്അലുഹാ മിമ്മാ ലം തജിൽ ആദത് ബി ജരിയാനിഹി അലാ ഐദി ഖൽഖികൽ ഹിദായ വശിഫാഇൽ മർ വഹുസുൽ ആഫിയ മിൻ ബലാഇദ് ദുനിയ വദാരിൽ ഖൈറ വനഹു ദാലിക മിമ്മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് മറ്റാർക്കും കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും.
ഇപ്പോ 10 ചോദ്യങ്ങളും അതിനുള്ള 10 ഉത്തരം പറയാനുള്ള 10 അവസരങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി മുജാഹിദ് പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. 4 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് സുന്നി പക്ഷത്തു നിന്നുള്ള ഉത്തരങ്ങളുമായി 10 ചോദ്യവും 10 ഉത്തരവും ഉണ്ടാവും. അതിന് മുജാഹിദ് പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കാനുള്ളവരെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായിരുന്നാലും മുസ്ലിയാക്കന്മാർ അവരുടെ ചോദ്യങ്ങളുടെ വലിപ്പം പൊലിപ്പിക്കുന്നു, പെരുപ്പിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പ്രാമാണികമായ ഉത്തരത്തെ തൊടുവാനോ ശ്രദ്ധിക്കുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നത് കഴിഞ്ഞ സമയങ്ങളിൽ ഇത് കേട്ടവർക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇമാം റാസി റഹിമഹുള്ളയുടെ ഇബാറത്ത് ആവർത്തിച്ച് ഇവിടെ വായിച്ചിരുന്നു. ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞ കാര്യം ആവർത്തിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. അത് തൊടാൻ ധൈര്യം കാണിക്കാതെ പിന്മാറി എന്നത് ഇവിടെ തെളിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അത് കൃത്യമായി വായിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവർ എഴുതിയ വാദം പൊളിയുമെന്ന് മാത്രമല്ല, ആ വാദത്തിന്റെ മറവിൽ അവരുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശിർക്കനാശയങ്ങൾ തകർന്ന് തരിപ്പണമാകും എന്ന കൃത്യമായ ബോധം അവർക്കുണ്ട്. ഏതായിരുന്നാലും ഇനി നമ്മുടെ അവസരങ്ങളിൽ പ്രാമാണികമായി തന്നെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് അവരെഴുതിയ വാദത്തെ ആസ്പദമാക്കി തന്നെ ചോദ്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് ആദ്യമായി പ്രവേശിക്കുന്നത്. ഇവിടെ എഴുതിയ വാദപ്രകാരം ഒന്നാമത്തെ ഞങ്ങളുടെ ചോദ്യം, സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ്. ചോദ്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്നാണ്. ആ രൂപത്തിലാണ് അവരുടെ വാദം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഇനി ഇത് വാദവുമായി ബന്ധമല്ല, വിഷയവുമായി ബന്ധമല്ല എന്നൊന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കണ്ട. ചോദ്യത്തെ കൃത്യമായി ശ്രദ്ധിക്കുകയും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. വിഷയാവതരണം കാണിച്ച പോലെ ഇസ്തിഹാസാന് തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ വേറെന്തൊക്കെ വഴിയിലേക്ക്, ഉസ്താദിന് വേണ്ട വഴിയിലേക്ക് വിഷയം തിരിച്ചുവിട്ട പോലെ ഈ ചോദ്യത്തെ തിരിച്ചുവിടാൻ ശ്രമിക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. സൃഷ്ടാവിനോട് ചോദിക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അത് കൃത്യമായി നിങ്ങൾ ആ ചോദ്യത്തെ പിന്നെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും തയ്യാറാവുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. ഇനി ചോദ്യം കേട്ടില്ല അല്ലെങ്കിൽ ചോദ്യം അറിഞ്ഞില്ല എന്നൊന്നും പിന്നെ പറയണ്ട. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അതല്ലാത്ത രൂപത്തിൽ പിന്നെ വിഷയാവതരണത്തിൽ കാണിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് റുബൂബിയത്താണ്, റബ്ബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രൂപത്തിലൊന്നും പറഞ്ഞ് കാരണം അറിയാൻ ശ്രമിക്കണ്ട. വളരെ ഗൗരവത്തോടു കൂടി ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കാം. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? നിങ്ങൾ എഴുതിയ വാദം നിങ്ങൾക്ക് തന്നെ അടിയാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഇനി അത് ഉണ്ടില്ല അല്ലെങ്കിൽ ഇല്ലുണ്ട് ഒന്നും പറഞ്ഞ് കളിക്കണ്ട. കൃത്യം അദ്ദേഹം എല്ലാം ചോദിക്കാം. നിങ്ങളുടെ വാദം എല്ലാം ചോദിക്കാമെന്ന നിങ്ങളുടെ വാദത്തിൽ നിന്നുകൊണ്ടാണ് ചോദ്യം. അതുകൊണ്ട് സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ ഐഡിയിലുള്ള ആളാണ് ഇപ്പൊ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മൂസ സലാഹി ആണെന്നാണ് നേരത്തെ പരിചയപ്പെടുത്തപ്പെട്ടത്. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ചോദ്യം വിഷയത്തിൽ പറഞ്ഞതിനെ കുറിച്ചാണ്. എന്താ ഞങ്ങളുടെ വിഷയത്തിലുള്ളത്? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മഹാന്മാരോട് ചോദിക്കാം എന്നാണോ ഞങ്ങളുടെ വിഷയത്തിലുള്ളത്? ഞങ്ങളെ വിഷയം ശരിക്ക് നിങ്ങൾ മറന്നുപോയി അല്ലേ? ഞങ്ങളുടെ വിഷയത്തിലുള്ളത് എന്താണ്? എന്താണ് ഞങ്ങൾ വാദിച്ച വിഷയം? എന്താണ് ഞങ്ങളുടെ വിഷയം? കറക്റ്റാണ്. മുസ്ലിങ്ങൾ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കല്ല. അതാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യം എന്താണ്? ചോദ്യത്തിന് മറുപടി കൃത്യമായി ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നവവി ഇമാമിന്റെ ഇബാറത്തും റാസിയുടെ ഇബാറത്തുമാണ് അല്ലേ ഇപ്പൊ നിങ്ങൾ കളിച്ചത്? എന്താ നവവി ഇമാമിന്റെ ഇബാറത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ച ഇബാറത്തിന്റെ അപ്പുറം എന്താ നിങ്ങൾ വായിക്കാത്തത്? സാധാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ കൈകളിലൂടെ നടത്താത്ത കാര്യങ്ങൾ സഅല റബ്ബഹു ദാലിക, റബ്ബിനോട് ചോദിക്കണം. അതിന്റെ താഴെ എന്തേ മൗലവിമാരെ ഒരൊറ്റ കുട്ടി എന്തേ വായിക്കാതിരുന്നത്? വായിച്ചാൽ നിങ്ങൾ പെടും. അതിന്റെ താഴെ ഇങ്ങോട്ട് വായിക്കണം. ജൂതന്മാരെ പണി നടത്താൻ പാടില്ല. ഒരല്പം വായിച്ചത് ബാക്കിയുള്ള യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, ഈ പണി ഞങ്ങൾ നടത്തിയത്. എന്താണ് ഇതിന്റെ താഴെ പറഞ്ഞത്? വഇൻ കാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വ തആല യുജ്രിഹ അലാ ഐദി ഖൽഖിഹി, സൃഷ്ടികളുടെ കയ്യിൽ സാധാരണ നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോഴും ആരോട് ചോദിക്കണം എന്നാ? സൃഷ്ടികളോട് ചോദിക്കണം എന്നല്ല ആ ഇബാറത്തിലുള്ളത്. സഅലല്ലാഹു തആല അൻ യഅതിഫ അലൈഹിം ഖുലൂബഹും, അപ്പോൾ അള്ളാഹിനോട് ചോദിക്കണം എന്നാ. അപ്പൊ ഇത് കമാലിന്റെ ഭാഗമാണ്. ഇത് തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയമല്ല. സാധാരണം അസാധാരണം ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം. എത്രത്തോളം ഇത് നിർദ്ദേശിക്കപ്പെട്ട സ്വഹാബിമാർ അവരുടെ കയ്യിൽ നിന്നൊരു തൂവാല ചാടിയാൽ പോലും അവര് അടുത്തുള്ള ആളുകളോട് ചോദിക്കാറില്ല അതെടുക്കാൻ. അത് സ്വയം എടുക്കുക. ആ അടിസ്ഥാനത്തിൽ അമല് ചെയ്ത സ്വഹാബിമാരുണ്ട്. അപ്പൊ അത് രണ്ടും അള്ളാഹുവിനോട് ചോദിക്കണം എന്നാ. അതിന് ഇബാറത്ത് താഴെ എന്തേത് ഇതുവരെ നിങ്ങൾ വായിക്കാതിരുന്നത്? റാസിയിൽ പറഞ്ഞത് അങ്ങനെ തന്നെ. എല്ലാം അള്ളാഹു ആണ് ചെയ്യുന്നത്. അത് അള്ളാഹു സാധാരണ കാരണങ്ങളിലൂടെ ചെയ്യുന്നതുമുണ്ട്, സാധാരണമല്ലാത്ത ആന്തരിക കാരണങ്ങളിലൂടെ ചെയ്യുന്നതുമുണ്ട്. എന്നിട്ട് രണ്ടും അള്ളാഹു ആണ് ചെയ്യുന്നത്. എന്നിട്ട് സാധാരണ കാരണത്തിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഏതാണ്? മുഅ്മിനീങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി കൊടുത്തത്. അതും അള്ളാഹു തന്നെയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ളതുമായൊരു വിഷയമേ അല്ല റാസിയുടെ ഇബാറത്തിലുള്ളത്. റാസിയുടെ ഇബാറത്തുള്ളത് മറ്റൊരു വിഷയമാണ്. എന്താണ് വിഷയം? അത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ സഹായത്തെ രണ്ടായിട്ട് തരംതിരിച്ചതാണ്. രണ്ടും അള്ളാഹു തആല തന്നെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റാസി പറയുന്നത്. അല്ലാതെ ഒന്ന് അള്ളാഹു ചെയ്യുന്നത് മറ്റേത് സൃഷ്ടികൾ ചെയ്യുന്നത് എന്ന് റാസി എവിടെ പറഞ്ഞത്? പറയാത്തത് വായിച്ചു കണ്ട് പൊട്ടത്തരം പറയാൻ പാടില്ല. അത് മംഗലാപുരത്തും ജബ്ബാർ മൗലയ്ക്കും ഫൈസലിന് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരൊന്നും വന്നിട്ടില്ലല്ലോ, ഗ്രൂപ്പ് വിട്ടിട്ടുണ്ടാവും. പിന്നെന്താ നിങ്ങൾ ചോദിച്ചത്? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സൃഷ്ടികളോട് ചോദിക്കാമോ? മുഅ്മിനായ ഒരു മനുഷ്യൻ, മുസ്ലിങ്ങളാണല്ലോ ഞങ്ങളെ വാദത്തിലുള്ള വിഷയം. മുസ്ലിങ്ങൾ സ്രഷ്ടാവിനോട് ചോദിക്കുന്നത് സ്രഷ്ടാവാണെന്ന നിലക്കാണ്, അഥവാ സ്രഷ്ടാവ് സ്വതന്ത്രമായി സഹായിക്കുമെന്ന വിധത്തിലാണ്. അவ்விധത്തിലുള്ള ഒരൊറ്റ സഹായത്തേട്ടവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല. അത് ചോദിക്കുകയുമില്ല. അങ്ങനെ ആരും ചോദിക്കില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ അങ്ങനെ ഒരു ചോദ്യം സൃഷ്ടികളോട് ചോദിക്കുമോ എന്ന് ആരെങ്കിലും പറയോ? എന്ത് പോയത്തെ ചോദ്യമാണ് ഈ ചോദിച്ചത്? സ്രഷ്ടാവായ അള്ളാഹുവിനോട് മുസ്ലിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തെ കുറിച്ച് ചോദിക്കൂ. അതെന്താണ്? സ്രഷ്ടാവാണെന്നുള്ള ആ നിലക്കുള്ള അള്ളാഹുവാണ്, റബ്ബാണ്, ഇലാഹാണെന്നുള്ള വിധത്തിലുള്ള ഒരൊറ്റ ചോദ്യം. അതൊരു മൊട്ടുസൂചി ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ അത് സൃഷ്ടിയോട് ചോദിക്കില്ല. ഒറ്റ ചോദ്യവും ചോദിക്കില്ല. മനസ്സിലായോ? ഒറ്റ ചോദ്യവും ചോദിക്കുകയില്ല. അതാണ് അതിനുള്ള മറുപടി. നിങ്ങൾ നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ അവസാന ഭാഗം കട്ടു. എന്റെ കട്ടത്? ധൈര്യമുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് വായിക്കണം. ധൈര്യമുണ്ടെങ്കിൽ അത് വായിച്ച് അർത്ഥം വെക്കണം. റാസിയുടെ ഇബാറത്ത് മുഴുവൻ ഓരോന്നും വായിക്കണം. സാധാരണ കാരണങ്ങളെ കൊണ്ടുള്ള അള്ളാഹുവിന്റെ സഹായത്തെ പറ്റി പറഞ്ഞെന്താ? അല്ലഫ ബൈന ഖുലൂബിഹിന്ന, സ്വഹാബത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കിയെന്ന. ആ ഇണക്കമുണ്ടാക്കിയതും അള്ളാഹു തന്നെയാണ്. അപ്പൊ രണ്ടും അള്ളാഹുവാണ്. അത് രണ്ട് കാരണത്താൽ, ഒന്ന് സാധാരണ കാരണത്താൽ, മറ്റേത് അസാധാരണ കാരണത്താൽ. ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദിന്റെ പേരിൽ പച്ച കള്ളം പറയാണ്. റാസി ഇമാമ് ആ തഫ്സീറിനെ തല്ലി എന്നല്ല പറഞ്ഞത്. റാസി ഇമാമ് കൊടുത്ത ആ തഫ്സീർ റാസി ഇമാമ് പ്രബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് മർജൂഹായ
ലഈഫായ തഫ്സീറാണെന്നാ പറഞ്ഞത്. അല്ലാതെ എന്തായിട്ടില്ല റാസി ഇമാം ആ തഫ്സീറിനെ തള്ളി എന്ന് ബാഖവി ഉസ്താദ് പറഞ്ഞിട്ടേ ഇല്ല. അത് പച്ചക്കള്ളമാണ്. നബി ഇമാമിന്റെ ഇബാറത്ത് വായിക്കണം. ഞാൻ ഓർമ്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ. ഏതായിരുന്നാലും വിഷയത്തിന്റെ മർമ്മം ഇവിടെ തെളിഞ്ഞു വന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ ഇവിടെ ബോധ്യപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും സംസാരത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ എല്ലാവരും കേട്ടിരിക്കും. എന്താണ്? വാദവുമായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യം. അവസാനത്തേക്ക് എത്തിയ പിന്നെ വാദവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്നൊക്കെ ഇവർ മറന്നുപോയി അല്ലേ? ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്താ ഉത്തരം പറയാൻ ഞങ്ങൾക്കൊരു മടി? നിങ്ങളെ വാദം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല. അപ്പൊ ഏതും ചോദിക്കാം എന്നാണ് ഞങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. എന്താ ഒരു ഉരുണ്ടു മറിഞ്ഞൊരു മറുപടി എന്താണ്? സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ഇതാ ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് എന്താ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്താ നിങ്ങൾക്കൊരു പേടി? എന്താ ഒരു പേടി? പറ്റൂല നിങ്ങൾ സമ്മതിച്ചല്ലോ. എന്താ നിങ്ങൾക്കൊരു പേടി? സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ എന്ന ചോദ്യത്തിന് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്താ ഒരു പേടി നിങ്ങൾക്ക്? നിങ്ങളുടെ എഴുതിയ വാദം എന്താ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല എന്നാണ് ഞങ്ങളെ ചോദ്യങ്ങളിൽ ഞങ്ങളെ ഉത്തര സമയത്ത് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇമാം നവവിയുടെയും ഇമാം റാസിയുടെയും ഉദ്ധരണികൾ എന്താ നിങ്ങൾ ആ സമയമ്പോ ഉത്തരം പറയേണ്ടതിന് പകരം എന്ത് ചെയ്യുക? ഉത്തരം പറഞ്ഞ് ഉറച്ചു നിൽക്കേണ്ടതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇമാം റാസി ഇമാം നവവി എന്ന് കളിക്കാണ്. ആ കളിക്കുള്ള സമയമല്ലപ്പോ. നിങ്ങളെ വാദത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ പിന്നെ ഇഷ്ടദാസന്മാരോട് എന്തും ചോദിക്കാം, അത് ശിർക്കാവൂല നിങ്ങളോട് എഴുതി വെച്ചിട്ടുള്ളത്. സഹായം ചോദിച്ചാൽ ശിർക്കാവൂല നിങ്ങളോട് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കൂ. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ സഹായങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അത് തുറന്നു പറയാൻ എന്താ നിങ്ങൾക്കൊരു മടി? അത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുതി വെച്ച ഈ വാദത്തിന്റെ പൊട്ടത്തരം നിങ്ങൾക്ക് പേറാൻ കഴിയൂല എന്നുള്ളത്. ആ പൊട്ടത്തരം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ചോദ്യം. നിങ്ങൾ സാധാരണക്കാരെ ശിർക്കിലെത്തിക്കാൻ വേണ്ടി നിങ്ങൾ എഴുതി വെക്കുന്ന വാദാണിത്. മംഗലാപുരത്ത് നിങ്ങൾക്ക് തന്നെ വന്നുപോയ അബദ്ധം അറിയാലോ. ഞങ്ങൾ ഉണർത്തേണ്ട ആവശ്യമില്ല. മംഗലാപുരത്ത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ ഉണർത്തേണ്ട ആവശ്യമില്ല. ഇനി ഒന്നാമത്തെ ചോദ്യം അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ അതിന് തുടർച്ചയായി രണ്ടാമത്തെ ഒരു ചോദ്യം എന്താ? സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അതിന്റെ കൂടെ തന്നെയുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കണം. സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? ഒന്നാമത് ചോദ്യം മറന്നു പോകണ്ട. സൃഷ്ടാവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാമോ? അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം, സൃഷ്ടികൾ പരസ്പരം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിനോട് ചോദിക്കാൻ പറ്റുമോ? ഇനി ആദ്യം പറഞ്ഞ പോലെ വിഷയത്തിൽ ബന്ധമില്ല, വാദത്തിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ അവസാനം പിന്നെ കൂട്ടിക്കണക്കാൻ നോക്കണ്ട. അങ്ങനെ നോക്കിയാൽ പിന്നെ മംഗലാപുരത്ത് പോയി ചാടിയ പോലെ എന്ത് ചെയ്യേണ്ടി വരും? ഹിദായത്ത് വരെ ആരോട് ചോദിക്കാ? ഷെയ്ഖുമാരോട് അല്ലെ? യാ ഷെയ്ഖ് യാ മുഹിയുദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഒറ്റടിക്ക് ശിർക്കാൻ പറയാൻ പറ്റൂല. പിന്നെ മൂപ്പർ ആലോചിച്ചത്. അതുകൊണ്ട് ചോദ്യം മറക്കാതെ ഉത്തരത്തിലേക്ക് നിങ്ങൾ വരണം. അവിടെയും ഇവിടെയും കടന്ന് കരണം അറിയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ, നമ്മളെ ഉത്തരം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട്. സഹോദര, ഞാൻ എന്തിനാ റാസിയുടെ ഇബാറത്തും ഷർഹുൽ അർബഈനിന്റെ ഇബാറത്തും കൂടെ വായിച്ചു കണ്ട് മുഴുവൻ വായിച്ചു തന്നത് എന്തിനാ? നിങ്ങളുടെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാ തുടങ്ങിയത്? നിങ്ങൾ റാസിയുടെ ഇബാറത്തും നേവിയുടെ ഇബാറത്തും ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ലേ തുടങ്ങിയത്? കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞതായതുകൊണ്ട് ഇനി പറയാൻ പറ്റൂല. പിന്നെന്തിനാ ഓർമ്മപ്പെടുത്തിയത്? പിന്നെന്തിനാ നിങ്ങൾ ആവർത്തിച്ചത്? നിങ്ങൾ
എന്തിനാവർത്തിച്ച്, എന്തിനു ഓർമ്മപ്പെടുത്തി? നവവി ഇമാമിന്റെ ഇബാറത്ത് കണ്ടോ, വഇൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ജറത്തിൽ ആദതു അൻ അല്ലാഹു സുബ്ഹാനഹു യുജ്രിഹാ അലാ ഐദി ഖൽഖിഹി കൽ ഹാജാത്തിൽ മുതഅല്ലിഖതി ബി അസ്ഹാബിൽ ഹിറഫി വസ്സനാഇ വ ഉലാത്തിൽ ഉമൂർ സഅല അല്ലാഹ തആല. അവിടെ അല്ലാഹുവോട് ചോദിക്കണം. സാധാരണ കാരണങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് മേലെ പറഞ്ഞു, സഅല റബ്ബഹു ദാലിക്കാൻ. എന്നാ താഴെ പറയുന്നു സാധാരണ കാരണങ്ങളും സൃഷ്ടികളോട് ചോദിക്കണം, സഅലല്ലാഹു തആല. എന്നാ പിന്നെ സ്രഷ്ടാവിനോട് ചോദിക്കണം, സൃഷ്ടിയോട് ചോദിക്കണം എന്നല്ല, സ്രഷ്ടാവിനോട് അള്ളാഹുവിനോട് ചോദിക്കണം, സഅലല്ലാഹു തആല. എന്തുകൊണ്ട് അത് ശിർക്ക്? അത് പിന്നെ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാകുമോ? നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ താഴ്ഭാഗം വായിക്കാതെ മേൽഭാഗം മാത്രം വായിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങളെ അനുവദിക്കില്ല. ഇത് ജനങ്ങൾ കള്ളി പൊളിച്ചിട്ടുണ്ട്. റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞ പതിവായ കാര്യങ്ങളും പതിവല്ലാത്ത കാര്യങ്ങളും രണ്ടും അള്ളാഹുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തഅയീദ് റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒന്ന് സാധാരണം, അത് സൃഷ്ടികളോട് ചോദിക്കാം, മറ്റേത് അസാധാരണം, അത് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. അത് സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് റാസിയുടെ ഇബാറത്തിന്റെ ഏതെങ്കിലും ഒരു ഹറഫിൽ പറഞ്ഞിട്ടുണ്ടോ? പറയാത്തത് പിന്നെ നിങ്ങൾ എന്തിനായി രണ്ടാം സെഷനിൽ ഓർമ്മപ്പെടുത്തിയത്? കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ ആകെ ഒരു ക്വസ്റ്റ്യനാണുള്ളത്. എന്താ ചോദ്യം? അള്ളാഹുവിനോട്, സ്രഷ്ടാവിനോട്, അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സൃഷ്ടികളോടും സ്രഷ്ടാവിനോട് ചോദിക്കാം. ഇതൊരു മുസ്ലിമിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ സഹായത്തേട്ടത്തെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ വിഷയത്തിലുള്ളത്. മുസ്ലിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞത് അള്ളാഹു പടച്ച തമ്പുരാനാണെന്നുള്ള വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ്. ആ നിലക്കുള്ള ഒരൊറ്റ ചോദ്യവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞു. എന്തേ മറുപടിയെ പറ്റി തൊടാൻ കഴിയാതിരുന്നത്? രണ്ടാമത് പിന്നെ നിങ്ങൾ ചോദ്യം മാറ്റിയല്ലോ. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതെ, മുസ്ലിങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ സൃഷ്ടികളാണ് എന്ന വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരൊറ്റ ചോദ്യവും സ്രഷ്ടാവിനോട് ചോദിക്കാൻ പറ്റില്ല. കൃത്യമായ മറുപടി ആയില്ലേ? സ്രഷ്ടാവിനോട് ചോദിക്കുന്ന ചോദ്യം സ്രഷ്ടാവാണെന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. പ്രസ്തുത അടിസ്ഥാനത്തിലുള്ള ഒരൊറ്റ ചോദ്യവും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ സാധ്യമല്ല. അത് അതേപോലെ തന്നെ സൃഷ്ടിയോട് ചോദിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, അത് അഭൗതികമാവട്ടെ ഭൗതികമാവട്ടെ, അവർ സൃഷ്ടികളാണെന്ന വിധത്തിലാണ്. അവിധത്തിലുള്ള തദടിസ്ഥാനത്തിലുള്ള പ്രസ്തുത വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരൊറ്റ ചോദ്യവും സ്രഷ്ടാവിനോടും ചോദിക്കാൻ പറ്റൂല. കൃത്യമായോ? ഇനി നിങ്ങൾ ടെക്സ്റ്റ് അടിച്ച് കാണുന്ന പുതിയ ചോദ്യം ഉണ്ടാക്കൊന്നും വേണ്ട, അത് സുഹൈൽ യൂസഫ് അടുത്ത പ്രാവശ്യം ചോദിച്ചോളും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലക്കുള്ള ചോദ്യവും ഈ പറഞ്ഞ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല. കണ്ടോ? അങ്ങോട്ടും പറ്റില്ല, ഇങ്ങോട്ടും പറ്റില്ല. എന്റെ ഞാൻ മറുപടി ശരിയല്ലെങ്കിൽ മറുപടി ശരിയല്ല എന്ന് നിങ്ങൾ തെളിയിക്കൂ. അല്ലാതെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കല്ലേ വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ മറുപടി തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയൂ. അതാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. റാസിയുടെ ഇബാറത്ത് തൊടില്ല. അതുപോലെ തന്നെ നവവി ഇമാമിന്റെ ഇബാറത്ത് ഇനി തൊടാൻ സുഹൈൽ യൂസഫിന് സാധ്യമല്ല. ധൈര്യമുണ്ടെങ്കിൽ സുഹൈൽ യൂസഫ് അടുത്ത ഇബാറത്ത് വായിക്കണം. ഏത് ഇബാറത്ത്? നവവി ഇമാമിന്റെ ഇബാറത്തിന്റെ തൊട്ട് താഴുന്നത് വായിക്കണം. ധൈര്യമുണ്ടെങ്കിൽ വായിക്കണം. റാസിയുടെ ഇബാറത്ത് ധൈര്യമുണ്ടെങ്കിൽ മുഴുവൻ വായിച്ചുകൊണ്ട് എന്താണ് അവിടെ പറഞ്ഞതെന്ന് വിശദീകരിക്കണം. അത് വിശദീകരിക്കാതെ നിങ്ങൾ രണ്ടിടത്തും സഅലല്ലാഹ എന്നുണ്ട്, രണ്ടിടത്തും അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞല്ലോ മേലെ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കാണ്. താഴെയും പറയുന്നത് അള്ളാഹുവിനോട് ചോദിക്കണം എന്നാണ് സുഹൃത്തെ. അപ്പോ സാധാരണ വിഷയങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നത് അത് ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇബാറത്ത് മുഴുവൻ വായിക്കണം. എന്റെ അത് പകുതി വായിച്ചിട്ട് നിങ്ങൾ കട്ടു മഹാകള്ളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾ ജൂദായിസത്തിന്റെ പിന്മുറക്കാരായിട്ട് സമുദായത്തെ വഴിതെറ്റിപ്പിക്കുന്ന പൂറ്റം വാദികളല്ലേ നിങ്ങൾ? ഇങ്ങനെ സമുദായത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളല്ലേ നിങ്ങൾ? പ്രിയപ്പെട്ട സുഹൈൽ യൂസഫെ, താങ്കളോട് വ്യക്തിപരമായി എനിക്ക് വിദ്വേഷമില്ല, പക്ഷെ ആശയപരമായിട്ട് രൂക്ഷമായിട്ട് നിങ്ങളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞു. പറഞ്ഞ മറുപടിയിൽ വല്ല പിഴവുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വിഷയത്തിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ ചോദിക്കുന്ന സഹായത്തേട്ടമാണ്. മുസ്ലിങ്ങൾ മഹാന്മാരോട് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ചോദിക്കുന്നത് സൃഷ്ടികൾ എന്ന വിധത്തിലാണ്. അവിധത്തിലുള്ള സഹായത്തേട്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇൻഷാ അല്ലാഹ് പച്ചക്കള്ളം
പച്ചക്കള്ളൻ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അവിടെ നിന്ന് തൊഴിലിക്കാം. അപ്പൊ അള്ളാഹുവിനോട് തേടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ തേടുമ്പോൾ സൃഷ്ടിയല്ല എന്ന നിലയ്ക്ക് തേടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞത്. എന്തായാലും മംഗലാപുരം സംവാദത്തിൽ നിങ്ങളൊരു കാര്യം വായിച്ചത്, ആകെ കൂടി വായിച്ചത് ഒരു ഇബാറത്താണ്, എന്നിട്ട് അതൊരു കള്ളത്തരാണ് നിങ്ങൾ വായിച്ചത്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നു ഇജഅല്ലന ഹാലിക്കൻ മുദബ്ബിറൻ, അതുപോലെ തന്നെ ഇലാഹൻ മുദബ്ബിറ എന്ന് പറഞ്ഞല്ലോ. അബൂ ജഹല് ഹാലിക് എന്നും അതുപോലെ തന്നെ മുദബ്ബിർ എന്നും അതുപോലെ തന്നെ ആ രീതിയിൽ നിങ്ങൾ വായിച്ചല്ലോ. ഏതെങ്കിലും ഒരു തഫ്സീർ നിങ്ങൾ ചോദ്യമില്ലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്താ അബൂ ജഹലും ഉത്ബത്തും ഷെയ്ബത്തും ഒക്കെ അള്ളാഹു തആലക്ക് മറ്റുള്ളവർക്ക് സൃഷ്ടാക്കൽ എന്ന നിലക്ക് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഫൈസൽ മുസ്ലിം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് എന്ത് ഇജഅല്ലന ഹാലികൻ മുദബ്ബിറ എന്ന് അബൂ ജഹൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തഫ്സീർ നിങ്ങൾക്ക് കിതാബായിട്ട് വരും എന്നിട്ട് വായിക്ക്. നിങ്ങളല്ല, നിങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ കാര്യകാരബന്ധ അതീതമായിട്ട് കഴിയുമെങ്കിൽ അവരും മൈക്കെടുത്ത് സംസാരിക്കട്ടെ എന്ന് ഇൻഷാ അല്ലാഹ്. കാരണം ഇത് വെറും കിതാബ് കൊണ്ടല്ല, ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ട് തന്നെ കാര്യകാലബന്ധത്തിന് അതീതമായിട്ട് നിങ്ങൾക്ക് ഒരു ഒറ്റണത്തിന് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, കാര്യകാലബന്ധത്തിന് അതീതമായിട്ട് ഈസാനായിട്ട് കഴിയില്ല. പിന്നെയാണ് നിങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടുവാ ഇജഅല്ലന ഹാലിക്കൻ മുദബ്ബിറ എന്നുള്ളത് പച്ചക്കള്ളനായ ആര് അബൂ ജഹല് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഏതെങ്കിലും ഒരു തഫ്സീർ ഉണ്ട് എം ടി ദാരിമി കാണിച്ചു തരും. ബഹറുൽ മുഹീത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റാവി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തഫ്സീറിൽ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് കാണിക്കുന്നു പച്ചക്കളം. എനിക്ക് എം ടി ദാരിമിനെ വളരെ ഇഷ്ടമാണ്. ഞാൻ പറയല്ലോ, അദ്ദേഹം ദുബായിൽ വന്നപ്പോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പച്ചക്കളം പറയരുത്. കാരണം നിങ്ങൾ ദീൻ പഠിച്ചൊരു പണ്ഡിതനാണ്. ആ ദീൻ പഠിച്ച പണ്ഡിതനെ നിങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കൂട്ടി മാറ്റാൻ പാടില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. പിന്നെ ഇമാം റാദി പറഞ്ഞത് ധൈര്യമുണ്ടോ, നബി പറഞ്ഞ ധൈര്യമുണ്ടോ, വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പറയും. സലാമാക്കി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉത്തരത്തിന്റെ സമയത്തിൽ നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ഉത്തര സമയത്തിൽ നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ഉത്തര സമയത്ത് നിങ്ങൾ വായിച്ച അർത്ഥം വെക്ക്. നിങ്ങളുടെ ഉത്തരത്തിന്റെ സമയത്ത് നിങ്ങൾ വായിച്ച അർത്ഥം വെക്കാൻ ഞങ്ങൾ കാരണം സലാമാക്കി പഠിച്ചെന്നാ. കാരണം സലാമാക്കിയവയ്ക്ക് ആ ഉപാർത്ത് തൊട്ടപ്പോൾ ഒരു വാക്ക് ഒരു ഹർഫ് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് അതേ നിലപാട് തന്നെ നിങ്ങൾ വായിക്ക്. അവിടെ പറഞ്ഞതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു തആല തന്നെ പറയുന്നു അവരുടെ കൽബിൽ എനിക്ക് എം ടി ദാരിമിനെ ഹിദായത്തിലാക്കാൻ കഴിയുമോ? ഈ പറഞ്ഞു കേൾക്കാന്നല്ലാതെ ആ ഹൃദയത്തിൽ ഹിദായത്തിലാക്കാൻ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് അല്ലാഹു തആല വീണ്ടും പറയുന്നത്. എന്താണ്? അവരുടെ ഹൃദയങ്ങളിലേക്ക് അടുപ്പിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അതെന്താണ്? നിങ്ങളുടെ വാദത്തിന് കാര്യകാലബന്ധിതമായിട്ട് അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ എന്നതാണ് സ്ഥിരപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇജഅല്ലന ഹാലികൻ മുദബ്ബിറ എന്നുള്ളത് അബൂ ജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു തഫ്സീറിൽ അഹ്ലുസുന്ന വൽ ജമാഅത്ത് തഫ്സീറിൽ അബൂ ജഹൽ പച്ചക്കള്ളനായ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മംഗലാപുരത്ത് പറഞ്ഞാണ് അബൂ ജഹലുമാ ഇജഅല്ലന ഹാലികൻ മുദബ്ബിറ. തെരഞ്ഞു നോക്ക് എന്ന് പറഞ്ഞല്ലോ. തെരഞ്ഞു നോക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. തെരഞ്ഞു നോക്ക് ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ഉദ്ധരിക്ക് കിതാബ് എടുത്ത് ഇൻഷാ അല്ലാഹ്. ഇതാണ് കുറച്ച്. കാരണം നിങ്ങൾ ആ ഉത്തരം എന്താ പറയാ, നിങ്ങൾ പറഞ്ഞ ഉത്തരം അള്ളാഹുവിനോട് സൃഷ്ടാവ് എന്ന നിലക്ക് ചോദിക്കാൻ പാടില്ല, അത് മറ്റുള്ളവരോട് സൃഷ്ടാവ് എന്ന നിലക്ക് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് ഞങ്ങൾ പറയുന്നു ലാത്ത അതുപോലെ ഉസ്സ ഒക്കെ സൃഷ്ടാവ് എന്ന നിലക്കല്ലാതെ സൃഷ്ടി എന്ന നിലക്ക് എന്താ പറയാ അത് ചോദിച്ചപ്പോൾ ഫൈസൽ മുസ്ലിം നിങ്ങൾ പറഞ്ഞ മറുപടി ഇജഅല്ലന ഹാലികൻ മുദബ്ബിറ എന്ന് അബൂ ജഹൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. ആ ചോദ്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഉദ്ധരിക്കുന്ന തഫ്സീറിൽ അബൂ ജഹൽ അങ്ങനെ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ സാധിക്കുക. അല്ലെങ്കിൽ പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ പച്ചക്കള്ളം എന്ന് പറയണ്ട, നിങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ്. നല്ല ഞങ്ങൾക്ക് ഹുസ്നുൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ നല്ല അബദ്ധം പറ്റിയെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കുടുങ്ങിയാലോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് മറുപടിയെ സംബന്ധിച്ച് ഒരക്ഷരം ആ മറുപടി തെറ്റാണ് എന്ന് സുഹൈൽ യൂസുഫിന് പറയാൻ കഴിഞ്ഞില്ല. കൃത്യമായ മറുപടി. നിങ്ങളെ മാസ്റ്റർ പീസ് ചോദ്യം പൊളിഞ്ഞില്ലേ? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാമോ? സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാമോ? ഈ രണ്ട് ചോദ്യവും മുസ്ലിങ്ങൾ നടത്തുന്നതാണ്. മുസ്ലിങ്ങൾ നടത്തുമ്പോൾ അള്ളാഹുവിനോടുള്ള ചോദ്യം എന്നുള്ളത് പടച്ച തമ്പുരാൻ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതേ സമയത്ത് സൃഷ്ടികൾ ചോദിക്കുന്നതോ
അത് ഏതടിസ്ഥാനത്തിലെ സൃഷ്ടികളോടുള്ള ചോദ്യമോ അത് സൃഷ്ടികൾ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഈ രണ്ട് ചോദ്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചു മാറ്റാൻ പറ്റൂല എന്ന് നമ്മളെ മറുപടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കാൻ ബഹുമാനപ്പെട്ട സുഹൈൽ യൂസഫ് ദുബായിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഓക്കെ, ശരിയാണ്, അദ്ദേഹത്തിന് സാധിച്ചോ. പിന്നെ അദ്ദേഹത്തിന് മംഗലാപുരം സംവാദം, സുഹൃത്തെ, മംഗലാപുരം സംവാദവും സുഹൈലും തമ്മിൽ എന്ത് ബന്ധമാ? മംഗലാപുരം സംവാദത്തിലെ വൈസൽ മൗലവി എവിടെ പോയി അല്ലേ? മംഗലാപുരം സംവാദത്തിലുള്ള ജബ്ബാർ മൗലവി എവിടെ പോയി? നസീറുദ്ദീൻ റഹ്മാനി എവിടെ പോയി? പൊട്ടി പാലീസായി. എന്നിട്ട് അതിങ്ങനെ എടുത്ത് ഉദ്ധരിക്കുകയാണ് അല്ലെ. പിന്നെ ഇജഅല്ലന ഇലാഹൻ കമാലഹും ആലിഹ ഐ ഖാലിഖം മുദബ്ബിറ എന്ന് അബൂജഹലുമാർ പറഞ്ഞത് എവിടെയാണുള്ളത്? അത് ഫൈസൽ മൗലവി തന്നെ തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അത് ബൈദാവിയിലുണ്ട്, പിന്നെ ബൈദാവിയിലുണ്ട്, അൽ ബഹറുൽ മുഹീത്തിലുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി കേട്ടോ. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ആ പറഞ്ഞത് പച്ച കള്ളമാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുക, എന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ മതി. അത് മംഗലാപുര സംവാദമല്ല ഇവിടുത്തെ സംവാദം. ഇവിടുത്തെ സംവാദം ഞങ്ങളെ വിഷയത്തെ പറ്റി ചോദിക്കണം. എന്താ ഞങ്ങളെ വിഷയം? മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കല്ല. അതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തായിരുന്നു മുശ്രിക്കുകൾ ലാത്തയെയും ഉസ്സയെയും സംബന്ധിച്ച് അവരെന്താ? ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറയുകയാണ്, മഹാനായ ഇമാം നസഫി തങ്ങൾ പറയുകയാണ്, വകാന ഹഖീഖൻ ബിഅല്ലാ യുശ്റക ബിഹി ബിഅല്ലാ യുശ്റക ബിഹി ബഅദു ഖൽഖിഹി ഫിർ റുബൂബിയ്യ. റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചില്ലേ? വതുസ്ബിതൂന ലഹു ശരീകൻ ഫിർ റുബൂബിയ്യ. മറ്റൊരു തഫ്സീറ, റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചു. അപ്പൊ റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് വെച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അതാണ് ബഹുമാനപ്പെട്ട സലാം ബാഖവി ഉസ്താദ് തന്റെ മറുപടിയിൽ പറഞ്ഞിരുന്നത്. അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഒരുപാട് റബ്ബുമാരിൽ അവർ വിശ്വസിച്ചു. പിന്നീട് ഒരുപാട് റബ്ബുമാരിൽ അവർ വിശ്വസിച്ചു. അപ്പൊ ആ റുബൂബിയ്യത്തിലും ഉലൂഹിയത്തിലും ശിർക്ക് വെച്ചു എന്നുള്ള കിരാതമായ തെറ്റാണ് ലാത്തയുടെയും ഉസ്സയുടെയും പേരിൽ അവർ വെച്ചു പുലർത്തിയത്. അത് കൃത്യമല്ലേ? അത് കൃത്യമല്ല. ആ മറുപടി നേരത്തെ ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് എന്റെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്നിട്ട് ഇപ്പൊ മൂപ്പര് മംഗലാപുരം സംവാദത്തിലുള്ള ഒരു വിഷയം, ഞങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ സഹോദര. മംഗലാപുരം വിഷയത്തിലുള്ള ഇജഅല്ലന ഇലാഹൻ കമാലഹും ആലിഹ ഐ ഖാലിഖ മുദബ്ബിറ എന്നുള്ളത് ജബ്ബാർ മൗലവി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഫൈസൽ മൗലവി തന്നെ സമ്മതിച്ചു. അത് ബൈദാവിയിലുമുണ്ട്, അൽ ബഹറുൽ മുഹീത്തിലുണ്ട്. CD ഒന്ന് വായിച്ചു നോക്കോളൂ, ഒന്ന് അതിന്റെ റെക്കോർഡ് ഒന്ന് പരിശോധിച്ച് നോക്കോളൂ. അത് ഫൈസൽ മൗലവി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവിയോട് പോയി ചോദിക്കൂ. പുതുപ്പറമ്പുണ്ടാവും അയാൾ, അല്ലെങ്കിൽ അയാൾ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടാവും. PM അയച്ചുതരാൻ വേണ്ടി പറയൂ. അദ്ദേഹത്തോട് ചോദിക്കൂ. അദ്ദേഹമാണത് അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു കണ്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് രണ്ട് ചോദ്യത്തിനും വ്യക്തമായ മറുപടി കിട്ടി. ആ മറുപടി തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? റാസിയുടെ ഇബാറത്തും അതുപോലെ തന്നെ നവവിയുടെ ഇബാറത്തും അപ്പൊ പിന്നെ ഞാൻ വായിക്കണമെന്ന് ഞാൻ വായിച്ചു, വളരെ കൃത്യമായി വായിച്ചെന്നില്ലേ? അതിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ എന്തുകൊണ്ട് വായിച്ചില്ല? നവവിയുടെ ഇബാറത്ത് എന്താ? വഇൻ കാനത്തിൽ ഹാജത്തുൽ ലതി യസ്അലുഹാ ജറത്തിൽ ആദതു അന്നല്ലാഹ സുബ്ഹാനഹു യുജ്രിഹാ അലാ ഐദി ഖൽഖിഹി. സാധാരണ സൃഷ്ടികളുടെ കയ്യിലൂടെ നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അത്തരം കാര്യങ്ങളും സഅലല്ലാഹ തആല അല്ലാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ സുഹൈലെ, ധൈര്യമുണ്ടെങ്കിൽ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സാധാരണ വിഷയങ്ങൾ സൃഷ്ടികളോട് ചോദിക്കൽ ശിർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ രണ്ടോടത്തും അള്ളാഹുവിനോട് ചോദിക്കുന്നത് കമാലിന്റെ ഭാഗമാണ് സഹോദര. അത് ഇസ്ലാമിന്റെ പൂർണ്ണതയുടെ ഒരു ഭാഗമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ബാഖവി ഉസ്താദ് പറഞ്ഞില്ലേ, അതേ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങളോടും ചോദിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് തമ്മിൽ വൈരുദ്ധ്യമില്ല. റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ബാത്തിനായ ആന്തരിക കാരണങ്ങളിലൂടെ പിന്നെ അള്ളാഹു നബിയെ ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ ലാഹിറായ പ്രത്യക്ഷ കാരണത്തിലൂടെ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും അള്ളാഹുവാണ് ചെയ്യുന്നത്, നബിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണ് ചെയ്യുന്നത് എന്നല്ല. അപ്പൊ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചതാണ് റാസിയുടെ ഇബാറത്ത്. അല്ലാതെ കഴിവുകൾ ഒന്ന് അള്ളാഹുവിന്റേതും ഒന്ന് സൃഷ്ടികളുടേതും, എന്നിട്ട് സൃഷ്ടികളുടേതാവാം, അള്ളാഹുവിന്റേത് അള്ളാഹുവിനോട് മാത്രം എന്നൊരു വിഷയമേ അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഫൈസൽ മുസ്ലിയാരെ എവിടെയാണ് ഇപ്പോ ചോദ്യം? എന്റെ MT ദാരിമി, നിങ്ങൾ കഴിഞ്ഞ സംവാദത്തിൽ എന്തെങ്കിലും ഉത്തരം പറഞ്ഞോ? ഇവിടെ ഫൈസൽ മുസ്ലിയാരെ ഒരു ആവശ്യമില്ല.
ഫൈസൽ മുസ്ലിയാർ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഞങ്ങളെ പോലത്തെ ആൾക്കാർ തന്നെ മതി. അതുകൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അത് ഫൈസൽ മുസ്ലിയാർ ബൈലാവിയിലും ബഹറുൽ മുഹീത്തിലും ഉണ്ടെന്ന് സമ്മതിച്ചു അല്ലെ? അങ്ങനെയല്ല പറഞ്ഞു MD പറയുന്നത്. ഫൈസൽ മുസ്ലിയാർ ബഹറുൽ മുഹീത്തിലും ബൈലാവിൽ ഉണ്ട് എന്ന് സമ്മതിച്ചു എന്നല്ലേ? എന്നാൽ അങ്ങനെ മാത്രമല്ല, പകുതി ഭാഗം കട്ടു. എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞു ബൈലാവിയിലും ബഹറുൽ മുഹീത്തിലും ഉണ്ട്, അവിടെ ബനു ഇസ്രായേൽ അഥവാ യഹൂദികളാണ് ചോദിച്ചത് മുസ്ലിയാരെ, നിങ്ങൾക്ക് യഹൂദികളായിട്ട് ബന്ധമുണ്ടോ മുസ്ലിയാരെ എന്നുകൂടി ചോദിച്ചു. അതിന്റെ കട്ടു അതെന്ത് കട്ടു എനിക്ക് തരണി. അതുകൊണ്ട് ഇൻഷാല്ല ഞാൻ വായിക്കാം. എന്തായാലും ബഹറുൽ മുഹീത്തും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾ വായിക്കാം. അല്ലെങ്കിൽ ഇൻഷാല്ല മൊയ്തീൻ ഷേഖിനെ കഴിയുമെങ്കിൽ അദ്ദേഹം കഴിയുന്നല്ലോ പറഞ്ഞത്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടെ ഉത്തരം ചെയ്യും ഞാൻ വിളിക്കും മൊയ്തീൻ ഷേഖിനെ. ഇൻഷാല്ല നമുക്ക് ആ കിതാബിൽ അല്ല ഏതെങ്കിലും തഫ്സീറിൽ അബൂജഹൽ കള്ളന്റെ പേര് പോലും നിങ്ങൾ കള്ളം പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു അക്ബർ ഖുൽതും വല്ലാഹി കമാ ഖാല ബനു ഇസ്രായീൽ കമാ ഖാല ബനു ഇസ്രായീൽ കമാ ഖാല അബൂജഹൽ അല്ല ഉസ്താദേ, ഇജഅൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറാ കമാ ഖാല ബനു ഇസ്രായീൽ എന്നാണ് ബഹറുൽ മുഹീത്തിലുള്ളത്, എന്നാണ് റാദിയിലുള്ളത്. എങ്ങനെയാണ് എല്ലാ തഫ്സീറിലും നിങ്ങൾ എന്തായാലും ഇജഅൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറാ എന്നുള്ള റിപ്പോർട്ട് എന്തായാലും സനദില്ല, വിട്ട് സനദില്ല. നിങ്ങൾക്ക് സനദിന്റെ ഒരു കാര്യം ചോദിക്കാൻ പോലും അർഹതയില്ല. അത് വേറെ കാര്യം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യം അബൂജഹൽ എന്നുള്ളത് അവിടെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഫൈസൽ മുസ്ലിയാർ ചോദിക്കുന്നത് പറഞ്ഞത്, ഫൈസൽ മുസ്ലിയാർ അവിടെ തന്നെ നിങ്ങൾക്ക് മുഖത്ത് തന്നെ പറഞ്ഞു അവിടെ ബനു ഇസ്രായേൽ പറഞ്ഞെന്നുള്ളത്. അതുപോലെ നിങ്ങൾ കട്ടുകൊണ്ട് വായിച്ചു. നിങ്ങൾ വായിക്ക്, അബൂജഹലാണ് അത് പറഞ്ഞെന്നുള്ളത് ഏതെങ്കിലും ഒരു തഫ്സീറിൽ വായിക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ വ്യവസ്ഥ ചോദിച്ചപ്പോ നിങ്ങളെന്ത് പറഞ്ഞു? കിതാബായിട്ട് വാങ്ങല, കിതാബായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ആര് പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു. അബൂജഹൽ പറഞ്ഞത് കാണിക്ക്. ഇന്നലെ ഇൻഷാ അല്ലാഹ് ബാക്കിയില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു നിങ്ങൾ കിതാബിന്റെ പേരിൽ കള്ളം പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾ ആ മധ്യസ്ഥനുള്ള സുന്നിസം എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ഒരിക്കലും എന്തല്ല ഒരു നീതിമാനല്ല എന്നുള്ള കാര്യം ഞാൻ തന്നെ പറയട്ടെ. ആ കാര്യത്തിലൊന്നും ആയതില്ല, നിലക്ക് ഇടപെടുന്നത് സംസാരിക്കുന്നില്ല. ഇനി എന്താണ് ഇവിടെ റാദിയുടെ അതുപോലെ തന്നെ നമാം നബിയുടെ ഇബാറത്ത് വായിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്റെ ചോദ്യം അതല്ലല്ലോ. എന്റെ ചോദ്യം ഇമാം നബിയുടെ ഇബാറത്താണോ? ഇമാം നബിയുടെ ഇബാറത്തും ഇമാം റാദിയുടെ ഇബാറത്തൊക്കെ വ്യക്തമായി ചോദ്യത്തിന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല, ഞാൻ അതിന് അർത്ഥം വെച്ചിട്ടുണ്ട്. എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു അതിന് ശേഷം ഇവിടെ പറയുന്നു അള്ളാഹു താല എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സഹായിച്ചത്, എങ്ങനെ അള്ളാഹു അവരെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? ആയിലാക്കി. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹിദായത്തിലാക്കാൻ അള്ളാഹു താലക്ക് മാത്രമേ കഴിയൂ. MD ദാരിമി, നിങ്ങളെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു താലക്ക് മാത്രമേ കഴിയൂ. ഒരൊറ്റ കുട്ടിക്കും ഹിദായത്ത് നൽകാൻ എന്ന് പറഞ്ഞ കാര്യം അതാണ് ഹുദയാൻ. രണ്ട് നിലയ്ക്ക് ഹുദ ഉണ്ട്. മനുഷ്യന്മാർക്ക് കഴിയുന്നത് എന്താണ്? അമ്പിയാക്കൾ കഴിയുന്നത് എന്താണ്? ഹിദായത്ത് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നും കാര്യം സംശയമില്ല. ഇനി എന്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദം ഇതാണ്. എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം എന്താണ്? ശിർക്കല്ലാണ് നിങ്ങളുടെ വാദം. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിം നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം ശിർക്കല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മാർഗത്തിൽ ഇസ്തിഗാത്ത് ചെയ്ത ഒരൊറ്റ സംഭവം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ സുഹൈൽ യൂസുഫ് ആകെ കുടുങ്ങി. ഇപ്പൊ ദേവിമാമന്റെ ഇബാർത്തും പറയാൻ വയ്യ, റാസിയുടെ ഇബാർത്തും മിണ്ടാൻ വയ്യ. അത് സലാം ബാത്തവിന്റെ അവസരത്തിലേ പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങളുടെ ചോദ്യകർത്താവായ മൂസ സലാഹി എന്തിനാണ് തന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിൽ ആ വിഷയം എടുത്തിട്ടത്? എന്നോടുള്ള ഒന്നാമത്തെ ചോദ്യത്തില് മൂസ സലാഹി എന്തിനാ അത് എടുത്തിട്ടത്? നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ വ്യക്തമായ മറുപടി നൽകി. ആ മറുപടി അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകി. അതിനെക്കുറിച്ച് മറുപടിയല്ല, അതിൽ പിഴവുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചോ? ഇല്ല. മൂന്നാമത്തെ ചോദ്യം ഖാലിഖൻ മുദബ്ബിറൻ എന്ന് അബൂജഹലുമാര് പറഞ്ഞത് എവിടെ എന്നുള്ള, അതിൽ പറഞ്ഞത് ബനു ഇസ്രായേലുകാർ പറഞ്ഞതാണ്. അബൂജഹലുമാർ എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞോളുന്നില്ല സഹോദര. അബൂജഹലിനെ പോലത്തെ മുശ്രിക്കീങ്ങൾ, അത് ബനു ഇസ്രായേലുകാരും മുശ്രിക്കീങ്ങളായിരുന്നില്ലേ?
ബനീ ഇസ്രായേലുകാര് ശിർക്ക് ആവശ്യപ്പെട്ട ആളുകളായിരുന്നില്ലേ? അപ്പൊ ആ നിലക്ക് അതൊരു അബൂജഹലിന്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ആ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതിൽ അത് ആ പറഞ്ഞ ആ നാവിന്റെ ഉടമകൾ ആരായിരുന്നാലും അതൊക്കെ മുശ്രിക്കീങ്ങൾ എന്ന പട്ടികയിൽ ഒരുപോലെ ഉൾപ്പെട്ട ആളുകളല്ലേ? അത് വ്യക്തമായിട്ട് തന്നെ മംഗലാപുരം സംവാദത്തിൽ ഫൈസൽ മൗലവിക്ക് ജബ്ബാർ മൗലവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫൈസൽ മൗലവിക്ക് അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായ മറുപടിയും പറഞ്ഞിട്ടില്ല. ആ മറുപടിയെ കുറിച്ച് അദ്ദേഹം മിണ്ടിയിട്ടില്ല. ആകെ അന്ന് ചോദിച്ചത് എന്താ? ഹിദായത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമോ? ഹിദായത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചതിന് വിശുദ്ധ ഖുർആൻ തന്നെ തെളിവുണ്ട്. വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ആളുകൾ ചോദിച്ചതാ, വഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ചൊവ്വായ മാർഗത്തിലേക്ക്, മുസ്തഖീമായ സിറാത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ. അത് വളരെ വ്യക്തം. പക്ഷെ ആ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സബബാവുക എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ ഹിദായത്തിനെ പടക്കുക എന്ന അർത്ഥത്തിലല്ല. അത് വളരെ വ്യക്തമായിട്ട് ഖുർആൻ തന്നെ പറഞ്ഞതാ. ഹിദായത്ത് ചോദിച്ചതിന് ഖുർആൻ തന്നെ തെളിവുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഹിദായത്ത് ചോദിക്കുന്നത് ശിർക്കാണെന്നല്ലേ? പിന്നെ ഇപ്പൊ നിങ്ങളുടെ അവസാനത്തെ ചോദ്യം എന്താണ്? ശിർക്ക് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മറഞ്ഞ മാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹായം ചോദിച്ചത് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ഖുർആനും ഹദീസും വളരെ വ്യക്തമായിട്ട് തന്നെ സലാം ബാക്കവി നിങ്ങളെ പഠിപ്പിച്ചു. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും, വിഷയാവതരണത്തിലാണ് അത് ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി പറഞ്ഞത്. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നബിയുടെ സവിധത്തിൽ ചെന്നുകൊണ്ട് നബിയോട് ഉദ്ർ ബോധിപ്പിക്കണം. ഇത് ജീവിച്ചിരിപ്പുള്ള സമയത്തു മാത്രമല്ല, മരണാനന്തരവും ഈ ആയത്ത് പ്രസക്തമാണെന്ന് വിഷയാവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതവും മരണവും രണ്ടും നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്തിനു ശേഷമുള്ള റസൂൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. റസൂലിനോട് ഇസ്തിഗ്ഫാർ ആ അർത്ഥത്തിൽ ചോദിക്കാമെന്ന് കൃത്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട സലാം ബാഖവി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തേ നിങ്ങളെ ആ ശറഹുൽ അർബഈനിന്റെ ഇബാറത്ത് പ്രകാരം സാധാരണവും അസാധാരണവും സഅലല്ലാഹ തആല, അല്ലാഹുവിനോട് ചോദിക്കണം എന്നാ ശറഹുൽ അർബഈനിലുള്ളത്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ആശയപ്രകാരം സാധാരണ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് ശറഹുൽ അർബഈനിൽ വന്നില്ലേ? എന്തേ അതിനൊരു മറുപടി പറയാൻ കഴിയാത്തത്? അത് ഈ സെഷനിൽ പറയാൻ പറ്റൂല എന്നാ അപ്പൊ സുഹൈലും മറ്റാളും പറയുന്നത്. പിന്നെ എന്തിനാ ജാമിയ അൽ ഹിന്ദ് ഇസ്ലാമിയ എന്ന മൂസ സലാഹി നിങ്ങൾ ചോദ്യത്തിൽ അത് തുടക്കം കുറിച്ചത് എന്തിനാണത് തുടക്കം കുറിച്ചത്? റാസിയുടെ ഇബാറത്തിൽ പറഞ്ഞത് എന്താണ്? സാധാരണമായ കാരണത്തിലൂടെയും അതുപോലെ മറഞ്ഞ കാരണത്തിലൂടെയും അള്ളാഹു റസൂലിനെ സഹായിക്കുന്നുണ്ട്. ഇത് രണ്ടും അള്ളാഹു ആണ് ചെയ്യുന്നത് എന്നാണ്. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ഇത് രണ്ടും അള്ളാഹു ആണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതോ ഒന്ന് അള്ളാഹു ആണ് ചെയ്യുന്നത്, മറ്റേത് സൃഷ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കാം, മറ്റേത് സൃഷ്ടിയോട് ചോദിക്കാം. അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് റാസിയിൽ പറയുന്നത്. എവിടെ സഹോദര റാസിയിൽ അങ്ങനത്തെ ഒരു ചർച്ച ഉള്ളത്? എവിടെയുള്ളത്? ഇല്ലാത്തത് റാസിയുടെ പേരിൽ ആരോപിച്ച് അല്ലേ? സലാം ബാക്കിയുടെ പേരിൽ കളവ് പറഞ്ഞു. റാസിയുടെ തഫ്സീർ റാസി തന്നെ തള്ളിയിരിക്കുന്നു എന്ന് സലാം ബാക്കി പറഞ്ഞിരിക്കുന്നു എന്ന് സലാം ബാക്കിയുടെ പേരിൽ കള്ളം പറഞ്ഞ സുഹൈല്. അങ്ങനെയല്ല സലാം ബാക്കി പറഞ്ഞത്. റാസിയുടെ തഫ്സീർ മർജുഹാണ് എന്നാണ് സലാം ബാക്കി പറഞ്ഞിട്ടുള്ളത്. മർജുഹ് എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം തിരിയാത്തത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ ഞാനത് വിശദീകരിച്ചു തരും. അല്ലെങ്കിൽ ആരാണോ മറുപടി പറയുന്നത് എങ്കിൽ വിശദീകരിച്ചു തരും. അതുകൊണ്ട് കൃത്യമായിട്ട് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ പറയാതെ റസൂലിന്റെ ജീവിതകാലത്താണെന്ന് പറയും. അല്ല, അത് റസൂലിന്റെ മരണാനന്തരവും പ്രസക്തമാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും എന്ന് ഒരു ന്യൂനതയുമില്ലാത്ത ഹദീസ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ള വഫാത്തിനു ശേഷം നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. അതുപോലെ തന്നെ ഈ ആയത്ത് കൂടി നമ്മൾ ചേർക്കുമ്പോൾ വഫാത്തായി കിടക്കുന്ന റസൂലിനോട് സഹായം ചോദിക്കാം. അൽഹംദുലില്ലാ. മുസ്ലിയാക്കന്മാർക്ക് എന്തായാലും കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അബൂജഹൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിയാത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരുടെ ഔലിയാക്കൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഇവിടെ തെളിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. എംടി താരമി അൽഹംദുലില്ലാ. എന്തായാലും കുറച്ചൊക്കെ നന്നാവുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് വെച്ചാല് ഞാൻ ചോദിച്ച ചോദ്യം പോലും ശരിക്കും എന്റെ എംടി താരമി കേട്ടില്ല.
നിങ്ങളുടെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിമീങ്ങൾ നടത്തുന്ന മറിഞ്ഞ മാർഗത്തിലുള്ള സഹായത്തേടൽ ശിർക്കല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ തേടിയ ഒരൊറ്റ സംഭവം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിയിക്കാൻ പറയുന്നത്. ഇവിടെ വലൗ അന്നഹും ഇല്ലലമു, ഹും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുമോ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുമോ? ജാഊക, അപ്പൊ നബി തന്നെ തെറ്റി കഴിഞ്ഞാൽ നബിയിലേക്ക് തന്നെ പോവാ അല്ലെ? അങ്ങനെയല്ല അർത്ഥം വരാ? നബി തന്നെ തെറ്റി കഴിഞ്ഞാൽ നബിയിലേക്ക് അടുത്തേക്ക് പോവാ. ഇനി നിങ്ങൾ എന്താ നിങ്ങൾ പറയാറുള്ളത്? എപ്പോഴും പറയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്താ പറയാ, ഈ ആയത്തൊക്കെ ഉദ്ധരിക്കുന്ന മുശ്രിക്കീങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്ത്, മുനാഫിക്കീങ്ങളെ ഉദ്ധരിക്കുന്ന മേൽ അവതരിപ്പിച്ച ആയത്തൊക്കെ ഞങ്ങളുടെ മേൽ ഓതുന്നു എന്ന് നിങ്ങൾ പറയാറുള്ളത്. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക, ഈ ഹും ആര്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹും ആരിലേക്കാണ് അവതരിപ്പിച്ചത് നിങ്ങൾ പറയാം. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹും റസൂലു ലവജദല്ലാഹു തവ്വാബർ റഹീമ. ഇത് ആരിലേക്കാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പറയുക. രണ്ടാമത് നിങ്ങൾ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടൽ ശിർക്കല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. എങ്കിൽ മറിഞ്ഞ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എന്നുള്ളത് ഖുർആൻ കൊണ്ട് ധരിക്കുക. വലൗ എന്ന് പറഞ്ഞാൽ മറിഞ്ഞെന്നാണ് അർത്ഥം ആണോ? പക്ഷേ വലൗ അന്നഹും ആണോ ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി വദല്ലാഹു തവ്വാബർ റഹീം. എവിടെ മറിഞ്ഞ മാർഗം? ഇതിൽ ഏത് വാക്കിനാണ് മറിഞ്ഞ മാർഗം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ അതൊന്നും പറയട്ടോ. ഈ ആയത്തിൽ മറിഞ്ഞ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടി എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പോകുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എങ്ങനെയായിരിക്കും? എന്ത് എത്തിയില്ലെന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് പോകും. എന്തൊരു കഷ്ടമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ നമ്മുടെ ദീനുൽ ഇസ്ലാം പറഞ്ഞാൽ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല സഹാബികൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് തെളിയിക്കും. ഇൻഷാ അല്ലാഹ് തഫ്സീർ കൊണ്ട് തെളിയിക്കും. ആരും നിങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടി എന്നതിൽ നിങ്ങൾ തെളിയിക്കുക. ഏത് വാക്കിനാണ് മറിഞ്ഞ മാർഗം നിങ്ങൾ തെളിയിക്കുക. ഈ ആയത്ത് ആരിലേക്കാണ് ഇറങ്ങിയത് നിങ്ങൾ തെളിയിക്കുക. ഇൻഷാ അല്ലാഹ് അതൊക്കെ വ്യക്തമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് ആയത്തും അതിന്റെ തഫ്സീറും ഒക്കെ ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് ചർച്ചകളൊക്കെ ഉൾപ്പെടെ ഇൻഷാ അല്ലാഹ് ആ ആയത്തിന് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ തെളിയിക്കും. പിന്നെ അവിടെ ഹയാത്തി ഖൈറുൻ ലക്കും വമമാതി ഖൈറുൻ ലക്കും ആ ഇസ്നാദിൽ അബ്ദുൽ മജീദ് അബ്ദുൽ അസീസ് ബിൻ റവാദ് എന്ന് പറയുന്ന ആ റാവി ഉണ്ട് എന്നത് ധാരാളം പേർ ആ റിപ്പോർട്ടറിനെ ലൈഫ് ആക്കി എന്ന് പറയുന്നത് സുഹൈൽ യൂസഫ് അല്ല, അതുപോലെ വഹാബികളല്ല, മറിച്ച് അത് ആരാ പറഞ്ഞെന്ന് അറിയോ? ഇഹ്യാ ഉലൂമുദ്ദീൻ തഖ്രീജിൽ ഹാഫിൽ ഇറാഖി തന്നെ പറയുന്നു. ആ റിപ്പോർട്ടർ അദ്ദേഹം അതിലുണ്ട്. അദ്ദേഹത്തെ ധാരാളം പേർ ലൈഫാക്കിയിട്ടുണ്ട്. ധാരാളം പേർ ലൈഫാക്കി കഴിഞ്ഞാൽ, ഒരു റിപ്പോർട്ടിനെ ധാരാളം പേർ ലൈഫാക്കി കഴിഞ്ഞാൽ അൽ ജർഹ് മുഖദ്ദമു തഅദീൽ ആണ്, ജർഹിനാണ് കൂടുതൽ മുൻഗണന. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ റിപ്പോർട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടർ ലൈഫാണ്. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ സ്വീകരിക്കപ്പെടുന്ന ആ റിപ്പോർട്ടുകൾ ആണെന്നൊക്കെ വ്യവസ്ഥ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കൊണ്ടുവരുന്ന എനിക്കറിയാം. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉത്തരം പറയാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഇപ്പോ 2-3 കാര്യങ്ങൾ ആണിപ്പോ ഇവിടെ ചർച്ച. ചോദിക്കാൻ സാധുക്കൾക്കൊന്നുമില്ല. റുബൂബിയത്ത് അള്ളാഹു അല്ലാത്തവര്, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ഖാലിഖായി റബ്ബായി മുദബ്ബിറായി കണ്ടിരുന്നില്ല എന്നാണ് ഇവരുടെ വാദം. എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പണിയാണ് അവർ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ മൂമിനീങ്ങളുടെ മേല് വെച്ച് കെട്ടുന്ന പണിയാണ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഇവിടെ പൊളിഞ്ഞു. റുബൂബിയത്ത് നമ്മൾ സ്ഥിരീകരിച്ചു. അവർ റുബൂബിയത്തിനെ വാദിച്ചിരുന്നു എന്ന് നമ്മൾ സമ്മതിച്ചു, അത് സ്ഥിരീകരിച്ചു. അവർ ഏകദേശം അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇനിയിപ്പോ ആ ആയത്തൊന്നും നമ്മുടെ മേൽ പറയാൻ പറ്റില്ല. അവിടെ കുടുങ്ങിപ്പോ ഒന്നും പറയല്ല. എന്നാൽ നിങ്ങൾ കേട്ടോ, അബൂജഹലുമാര് എന്ന് പറഞ്ഞാൽ ഈ അബൂജഹൽ എന്ന് പറഞ്ഞാലും ഈ ഒരാളല്ല, എല്ലാവരും ഈ മുശ്രിക്കീങ്ങളാ മുറാദ്. കമാ യഖൂൽ ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ ഇല്ലല്ലാഹു, അല്ലാഹുവിന്റെ ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന, ഈ ഐ അൽ മുശ്രികൂന ഖാതിബതൻ,
അബൂജഹലുമാരാവട്ടെ, ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, മുശ്രിക്കീങ്ങൾ, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുള്ള ആളുകൾ, അവര് ഇലാഹ് എന്നാണ് പറഞ്ഞതെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഈ ഇലാഹുകള് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അവർ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അള്ളാഹുവിനോട് മത്സരിക്കുമായിരുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിനോട് മത്സരിക്കാൻ കഴിയുന്ന അതിന് ശക്തിയുള്ള, സ്വയം പര്യാപ്തതയുള്ള, ഖൽഖിലും സുൽത്താനിലും പങ്കു ചേർക്കുന്ന, അധികാരം വെച്ചു കൊടുക്കുന്ന ആളുകളെ ആണ് ഇലാഹാക്കല്. അങ്ങനെയാണ് ഇലാഹ ആകുന്നതും. മറ്റതൊക്കെ അവര് വെറുതെ കുടുങ്ങുന്ന സമയത്തും കളിയാക്കിയും കൊണ്ടും പറഞ്ഞിരുന്നതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അത് മാത്രമല്ല, അള്ളാഹു ഇവർക്ക് മറുപടിയായി പറഞ്ഞ മറ്റൊരായത്ത്, ആ ആയത്തിൽ പറയുന്നു ലൗകാന മഅഹു ഇലാഹുൻ മാ കാന മഅഹു മിൻ ഇലാഹിൻ, അവരുടെ കൂടെ ഒരൊറ്റ ഇലാഹുമില്ല, അവരുടെ കൂടെ ഒരൊറ്റ ഇലാഹും, അള്ളാഹുവിന്റെ കൂടെ ഒരൊറ്റ ഇലാഹുമില്ല. വമാ കാന മഅഹു, അള്ളാഹുവിന്റെ കൂടെയില്ല, മിൻ ഇലാഹിൻ, ഒരൊറ്റ ഇലാഹുമില്ല. ഇദൻ, അങ്ങനെ ഉണ്ടെങ്കിൽ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ, ആ ഇലാഹുകൾ അവര് സൃഷ്ടിച്ചതുമായി പോകുമായിരുന്നു. അതുകൊണ്ട് ഇലാഹ് ഉണ്ട് എന്ന് പറഞ്ഞ ഖൽഖിനെ അംഗീകരിക്കലായി. അല്ലെങ്കിൽ ഈ തെളിവ് നിലനിൽക്കില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ഐകമാ യസ്അമൂൻ എന്ന് തഫ്സീറിൽ കാണാലോ. അപ്പോ അവർ എല്ലാ അബൂജഹലുമാരും, അബൂജഹലി എന്ന് പറഞ്ഞ ഒരു സിംബലാണ്, ഒരു അടയാളമാണ്. മക്ക മുശ്രിക്കീങ്ങനെ അടയാളമായിട്ട് പറയുന്നതാ. സക്കരിയ എന്ന് പറയുമല്ലോ നമ്മൾ പണ്ടൊക്കെ, ഇപ്പോഴല്ല, ഈ ജിന്ന് ബാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സക്കരിയയുടെ ആൾക്കാർ എന്ന് പറയും, അല്ലെങ്കിൽ സക്കരിയമാര് എന്ന് പറയാം. അത് മുന്നേ പറയുന്നു. ഇപ്പൊ നിങ്ങൾക്കത് പറയുമ്പോ എത്രകൊണ്ട് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല. ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഫൈസൽ മൗലവി അതിൽ കാണാനുമില്ല, അപ്പൊ പോയാ ഇല്ല എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, അവര് ഇലാഹ് എന്ന് വാദിക്കുമ്പോൾ ഖൽഖിനെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. ജക്കരിയാക്കൾ എന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെ അബൂജഹൽമാർ എന്ന് പറഞ്ഞതിനെ നിങ്ങൾ വല്ലാതെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കൊണ്ടുവന്നിട്ട് പിന്നെ മെനക്കെടണ്ട. അവര് ഖൽഖിനെയും സുൽത്താനിലും പങ്കു ചേർത്തിരുന്നു എന്ന് ഒരുപാട് ദലീലുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല, ബല്ലാ യൂഖിനൂൻ എന്ന് പറഞ്ഞിടത്ത്, ബല്ലാ യൂഖിനൂൻ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഷൗക്കാനി പോലും പറയുന്നു അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ തമാശയായി പറഞ്ഞിരുന്നതായിരുന്നു. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞിരുന്നത് തമാശ പറയുകയായിരുന്നു, അല്ലെങ്കിൽ കുടുങ്ങുമ്പോൾ പറയുകയായിരുന്നു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അന്ന് മംഗലാപുരം സംവാദത്തിലും ആ നിലക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഇവിടെ രക്ഷപ്പെടാൻ നോക്കണ്ട. പിന്നെ നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ കാര്യം, വലൗ അന്നഹും ഇളലമു അൻഫുസഹും എന്നുള്ള ലമീർ എവിടേക്കാണ്? വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു. ഇത് മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ലാന്നാണോ? ഇവിടെ തെറ്റോ? റസൂലുള്ളാഹിക്ക് അത് ബാധിക്കാത്തത് റസൂലുള്ള തെറ്റ് ചെയ്യില്ലല്ലോ. വലൗ അന്നഹും ഇളലമു, മുഅ്മിനീങ്ങളിൽ നിന്ന് തെറ്റ് സംഭവിച്ചാൽ, ഔസാത മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള തെറ്റ് ചെയ്തവരെ അല്ലാഹു ഇർഷാദ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ഒന്നും മനസ്സിലായി. എന്തായാലും ഖാലിഖിയത്ത് വാദം എന്തൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നത്? വെറും എന്താണ്? നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയില്ല. ഞാൻ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവർ തേടിയിട്ടില്ലെങ്കിൽ ഒരായത്തോ ഒരു ഹദീസോ ഉദ്ധരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റി ഒരൊറ്റ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. ഇല്ല. നിങ്ങൾ ആരെയും കേട്ടോ? ഏതെങ്കിലും ഒരാഴ്ച മക്കയിൽ മുസ്ലിങ്ങൾക്ക് റബ്ബ് ഖാലിഖ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്റെ ചോദ്യമാണോ? ആരെങ്കിലും ചോദിച്ചോ എന്റെ ചോദ്യത്തിൽ? എന്റെ ചോദ്യം അതായിരുന്നില്ല. ഒന്നുകൂടി ശരിക്കും കേൾക്ക്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ മുസ്ലിമീങ്ങൾ നടത്തുന്ന എന്ന് മുസ്ലിമീങ്ങൾ നിങ്ങൾ നിരൂപാധികമായിട്ട് നിങ്ങൾ പറയുന്നത് അതൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. വേറെ കാര്യം, മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടൽ ശിർക്കല്ല എന്ന് നിങ്ങൾ എഴുതിയത്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിഞ്ഞ മാർഗത്തിൽ സഹായം തേടിയ ഒരൊറ്റ ആയത്തോ അല്ലെങ്കിൽ ഒരൊറ്റ സഹീഹ് ഹദീസോ നിങ്ങൾക്ക്
തെളിയിക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല, നീ വീണ്ടും കൊണ്ടുപോകാം. ഇനി അങ്ങനല്ല, സഹാബത്ത് തെളിയുന്നുണ്ടോ? സഹാബികൾ മറഞ്ഞ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തേടി, അഥവാ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ തേടണല്ലോ എങ്കിൽ ആ തേടി ഒരൊറ്റ കാര്യം, ഒറ്റ സംഭവം നിങ്ങൾ സഹീഹായി നിങ്ങൾ നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഇവിടെ പറഞ്ഞു എന്താ അതിന്റെ ലമീർ ആരാന്നുള്ളത്. നമുക്ക് തഫ്സീറിലേക്ക് എടുക്കാം. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂൽ റബ്ബുല്ലാഹി തവ്വാബർ റഹീമ യഅനി ബിദാലിക ജല്ല സനാഉ വലൗ അന്ന ഹൗലാഇൽ മുനാഫിഖീന അല്ലദീന വസഫ സിഫതഹും ഫീ ഹാതൈൻ ലായതൈൻ. നിങ്ങൾ മുനാഫിഖീങ്ങളാണോ എന്റെ സലാമാക്കവി? മുനാഫിഖീങ്ങളാണോ? ഇനി ഇബ്നു അബ്ബാസിലേക്ക് കടക്കാം. ഇബ്നു അബ്ബാസ് പറയുന്നു, എന്താണ് ഇബ്നു അബ്ബാസ് പറയുന്നത്? അദ്ദേഹം പറയുന്നു ഇവിടെ ഉദ്ദേശം മുനാഫിഖീങ്ങളാണ്. മുനാഫിഖീങ്ങളാണ് ഇവിടെ ഉദ്ദേശം. അതാ വലൗ അന്നഹും യാനി അഹ്ലി മസ്ജിദ് ദിറാർ വഹാതിബ, അഥവാ മറ്റേ മസ്ജിദ് ആസർ ഉണ്ടാക്കിയ ആ കൂട്ടരുണ്ടല്ലോ, ആ മുനാഫിഖീങ്ങൾ, അതേപോലെ ആ രീതിയിലുള്ള ആളുകളാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൊണ്ടുവരുന്നത്. അതാ അദ്ദേഹം വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക എന്നുള്ള ആയത്തിന്റെ തഫ്സീൽ കൊണ്ടുവരുന്നത്. ഇനി താബിയായ മുജാഹിദ് റളിയല്ലാഹു പറയുന്നു വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം ഹും എന്ന് പറയുന്ന മുനാഫിഖീങ്ങളാണ്. നിങ്ങൾ മുനാഫിഖീങ്ങളാണോ? അല്ലാഹു അലം. തബറാനി പറയുന്നു വമാ അർസൽനാ മിർ റസൂലില്ലാ ലിതഅബിസ്നില്ലാ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുനാഫിഖീങ്ങളാണ് അവിടെ ഉദ്ദേശം. നിങ്ങൾ ഇനി മനസ്സിലാക്കണം, ഇവിടെ ഒരാള് ഷംസുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ആളാണോ? അദ്ദേഹം പറഞ്ഞു ആ ആയത്ത് മൻസൂഹായെന്ന് വെച്ചു. ആ ആയത്ത് ആരിലേക്കാണോ ഇറങ്ങിയത്? ആ ആയത്ത് അവർക്ക് തന്നെ മൻസൂഹാണ്. ആയത്ത് ആരിലേക്കാണോ ഇറങ്ങിയത് ആ ആയത്ത് അവർക്ക് തന്നെ മൻസൂഹാണ് എന്നുള്ളത്. നാസിഖ് വൽ മൻസൂഖിന്റെ ഗ്രന്ഥങ്ങൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല ഇൻഷാ അല്ലാഹ് ഉദ്ധരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചോദിക്കണ്ട, ഞാനല്ല ചോദിക്കണ്ട, ഇൻഷാ അല്ലാഹ് തെളിയിക്കാം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് ആ ആയത്തിന്റെ വ്യക്തമായി തന്നെ തഫ്സീറും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. സലാം ആക്കിയും അതുപോലെ എം ടി ദാരിമി കാണാമല്ലോ. എവിടെ പോയി അദ്ദേഹം? താഴുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എം ടി ദാരിമി അല്ലെങ്കിൽ സലാം ആക്കവി അദ്ദേഹം കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഇതിനെ ഗണ്ണിച്ചു കൊണ്ട് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് കൊണ്ടുവരും. എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്? അല്ലാഹു അക്ബർ ഖുൽതും കമാ ഖാല ഖൗമു മൂസ എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഇന്നകും സതർകബൂന സനദ മൻ കാന ഖബ്ലകും. നിങ്ങൾ നിങ്ങളുടെ പൂർവികരായ അഥവാ ബനൂ ഇസ്രായേലുകൾ അവരെ ആ കാര്യം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അഥവാ ഇലാഹാക്കുന്ന വിഷയത്തിൽ ഈ സമൂഹം അതുപോലെ തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ?